കണ്ണിലെത്തി സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ വളരെ അനുഗതമായി പകർന്നായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നിച്ച് വീണ്ടും ദിവസമായിരിക്കാൻ നമ്മൾ വാഴ്ത്തപ്പെടാൻ കർത്താവിനെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, മുത്തപ്പെടുത്തുവാൻ, നമ്മുടെ ഹൃദയ വേദനകൾ ദിവസത്തിൽ ഇറക്കി വെക്കുവാൻ ഈ പകലിൽ പരമസ്വര കർത്താവ് തന്നു ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ രാവിലെ ദിവസമായിരിക്കാം. പരിശുദ്ധാത്മാവ് അതുപോലെ സംസാരിക്കട്ടെ. സന്തോഷത്തോടെ കൂടെ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നത് യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവ് വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ കൊതിച്ചത് ഈ പകലിനായി നന്ദി. കർത്താവ് ഞങ്ങൾ ഇതുവരെ നടത്തി, ഞങ്ങൾ നിർത്തി എല്ലാ ദയക്കും വിശ്വസ്തർക്കും തന്നെ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണേ, ശബ്ദം ഞങ്ങളെ കൽപ്പിക്കണമേ. അവിടെ ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണം കർത്താവേ. പ്രാർത്ഥന കണ്ടേ യേശുവിന്റെ നാമത്തിൽ. അവൾക്കറിയുന്നതും അവളോടുകൂടെ യഹൂദന്മാർക്ക് അറിയുന്നതും കണ്ടിട്ട് യേശു ഉള്ളതൊന്ന് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. അടുത്ത പദം യേശു കണ്ണുനീർ വാർത്തു. നിന്റെ കരച്ചിൽ കാണുവാൻ ഇഷ്ടമില്ലാത്ത ഒരുവനുണ്ട്. നീ കരഞ്ഞാൽ അവന്റെ ഉള്ളം പോവും. അവന്റെ ഉള്ളം നൊന്താലത് പ്രവർത്തിക്കും. പിന്നെ ആ വിഷയത്തിന് നിനക്ക് കരയേണ്ടി വരികയില്ല. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 1-ാമത്തെ സെഷനിൽ ഞാൻ പറയുകയുണ്ടായി, കരച്ചിൽ ബലഹീനതയുടെ ലക്ഷണമാണ്. ലോകദൃഷ്ടി കരയുന്ന ഒരു ചെറുപ്പക്കാരനെ നോക്കി കൂട്ടുകാർ പറയും, പെണ്ണുങ്ങളെ പോലെ കരയാതെ, പിള്ളേരെ പോലെ കരയാതെ. ലോകത്തിന്റെ ദൃഷ്ടിയിൽ കരച്ചിൽ ബലഹീനതയാണെങ്കിൽ, ദൈവസ്ഥനിൽ കരയുന്ന കരച്ചിൽ ബലഹീനതയുടെ ലക്ഷണമല്ല, അത് ബലത്തിന്റെ ലക്ഷണമാണ്. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് ആത്മീയ ബലമുണ്ടോ എന്ന് അറിയുന്നത് എത്ര മണിക്കൂറുണ്ടെന്ന് പ്രസംഗിക്കാൻ അറിയാമെന്നല്ല. നിങ്ങൾക്ക് ആത്മീയ ബലമുണ്ടോ എന്നറിയുന്നത് എത്ര നേരം മുട്ടിന്മേൽ നിന്ന് ദൈവത്തിൽ കൈ ഉയർത്തി കൈ മലർത്തി കരയാൻ കഴിയുമെന്നല്ല. നമുക്ക് സകലത്തിനും മാതൃക നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവാണ്. യേശു കണ്ണുനീർ വാർത്തു. യേശു കരഞ്ഞു. യേശു അധികാലത്ത് ഇരുട്ടോട് പ്രാർത്ഥിക്കാൻ പോയി. യേശു രാത്രി മുഴുവൻ തന്റെ പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. യേശു ഏറിട്ട് മാറി പോയിരുന്നു പ്രാർത്ഥിച്ചു. എന്നോട് പറയാം, മക്കളെ, കുഞ്ഞുങ്ങളെ, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ കരയേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവായിരുന്നു. യേശു കരഞ്ഞെങ്കിൽ നാം എത്രയധികം കരയണം. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവർ ഉപവസിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ യേശുവായിരുന്നു. യേശു ഉപവസിച്ചെങ്കിൽ നാം എത്രയധികം ഉപവസിക്കണം. ഇവിടെ ഇന്നും ജീവിച്ചവരിൽ പ്രാർത്ഥിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ യേശു കർത്താവായിരുന്നു. യേശു പ്രാർത്ഥിച്ചെങ്കിൽ നാം എത്രയധികം പ്രാർത്ഥിക്കണം. ഇവിടെ ജീവിച്ചിരുന്നവരിൽ സ്നാനപ്പെടേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ യേശുവായിരുന്നു. യേശു സ്നാനപ്പെട്ടെങ്കിൽ നമ്മൾ സ്നാനപ്പെടണ്ടേ? ഇവിടെ ജീവിച്ചിരുന്നവരിൽ ആത്മശക്തി ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശു കർത്താവായിരുന്നു. യേശു ആത്മാവിന്റെ ശക്തിയോട് കയ്യിൽ വിട്ട് മടങ്ങി. യേശുവിന് ആത്മശക്തി ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് ആത്മശക്തി ആവശ്യമില്ല. ഇവിടെ ജീവിച്ചിരുന്നവരിൽ മാതാപിതാക്കളെ അനുസരിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ, മാതാപിതാക്കൾക്ക് കീഴടങ്ങേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവായിരുന്നു. യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിച്ചു. നമ്മുടെ മാതൃകാ പുരുഷൻ യേശുവായിരിക്കണം. നിന്റെ റോൾ മോഡൽ ഒരു ക്രിക്കറ്റ് കളിക്കാരനാകരുത്. നിന്റെ റോൾ മോഡൽ ഒരു ഫുട്ബോൾ കളിക്കാരനാകരുത്. നിന്റെ റോൾ മോഡൽ യേശു കർത്താവായിരിക്കണം. ശക്തിയുടെ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം.
യേശു കർത്താവ് സ്നേഹിച്ച വളരെ ശാന്തമായൊരു സന്ദേശമാണ് ഇന്ന് രാവിലെ നൽകുന്നത്. നിങ്ങളുടെ ഉള്ളത്തെ തൊട്ടുണർത്തട്ടെ പരിശുദ്ധാത്മാവ്. യേശു സ്നേഹിച്ചൊരു വീടായിരുന്നു മാർത്തയുടെയും മറിയുടെയും ലാസറിന്റെയും വീട്. ഒന്നാം വാക്യം ഒന്ന് വായിച്ചിട്ട് 11:1. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. അടുത്തത്, യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. അവിടെ തുടങ്ങുന്ന എങ്ങനെയാണ്? യേശു സ്നേഹിച്ച ഭവനമായിരുന്നു മാർത്തയുടെയും മറിയുടെയും ലാസറിന്റെയും വീട്. യേശു കർത്താവിന് ലാസർ പ്രിയനായവനായിരുന്നു. അത് അവർ പറഞ്ഞു, നിനക്ക് പ്രിയനായവൻ. യേശു മാർത്തയെയും മറിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടിട്ട് ഇരുന്ന സ്ഥലത്ത് വീണ്ടും ഇരുന്നു. എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുന്നു. ദൈവമേ, ഈ ജീവിതയാത്ര ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, കഷ്ടതകൾ അവൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നതിന്റെ തെളിവല്ല. നിന്നെ സ്നേഹിക്കാനിട്ടല്ല, അത് സ്നേഹിക്കാനിട്ട്. ദാസനോട് പല വിഷയങ്ങൾ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം ദൈവം നിന്നെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യം നോക്കിയാൽ എടുത്തോ, വായിച്ചോളൂ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു. യേശു കർത്താവും ശിഷ്യന്മാരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുരുടനായ മനുഷ്യൻ പിറവിയിലേക്കൂടെ നടന്നു പോകുന്നു. വായിക്കേ. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചേ. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, നിന്റെ ജീവിതത്തിന്റെ വൈതരണികളിൽ നിന്റെ നേരെ വിരൽ ചൂണ്ടി പലരും പലതും പറയും. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിനക്കിത് വന്നതെന്നും നീ പാപം ചെയ്തിട്ടാണെന്നും ദൈവത്തിന്റെ ശിക്ഷയാണെന്നും പലരും പറയും. എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവ പ്രവൃത്തി ഇവനെ വെളിപ്പെടുന്നു. എന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ദൈവപ്രവൃത്തി വെളിപ്പെടുവാനാണ്. ദൈവം ഉയർത്തിപ്പിടിച്ച് എന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ദൈവപ്രവൃത്തി വെളിപ്പെടാനാണ്. എന്റെ കുടുംബത്തിലെ പ്രതിസന്ധി ദൈവപ്രവൃത്തി വെളിപ്പെടാനാണ്. കയ്യൊന്നടിച്ചു വാങ്ങുന്ന വിചാരികൾക്ക് പറ, ഓ ഭാഷ, എന്നെ തകർക്കാനല്ല ഈ വേദന, എന്നെ മുടിക്കാനല്ല ഈ ശോധന, എന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനത്ര ഈ ശോധന. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പ്രാർത്ഥനയോടെ നീ ദൂത് കേൾക്കണം. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ വേളയിൽ ഇന്നില്ലെങ്കിൽ നാളെ ദൂത് പ്രയോജനപ്പെടും. പ്രശ്നത്തിന്റെ വേളയിൽ നിന്റെ കൂടെ നിൽക്കേണ്ടവനും നിന്നെ ആശ്വസിപ്പിക്കേണ്ടവനും നിന്റെ കണ്ണുനീരൊപ്പണ്ടവനും നിനക്ക് നേരെ വിരൽ ചൂണ്ടി നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിനക്കിത് വന്നതെന്ന് പറയുമ്പോൾ ദൈവത്തിന് നിന്നോട് പറയാൻ ദൂതുണ്ട്. ദൈവമഹത്വം നിന്റെ ഭവനത്തിൽ വെളിപ്പെടുവാനോ. ശക്തിയോട് ആരാധിച്ചോണ്ട് പറയാം, ദൈവമഹത്വം ഇറങ്ങി വരാനാണ്. എന്റെ കുടുംബത്തിൽ ദൈവമഹത്വം ഇറങ്ങി വരാനാണ്.
അല്ല, ഈ വേദനയെ തകർക്കാനല്ല, എന്നെ പിടിക്കാനല്ല, ദൈവമഹത്വം എന്റെ ഭവനത്തിൽ ഇറങ്ങി വരാനാ. ദീനമായി കിടന്നു. യേശു സ്നേഹിച്ച വീട്ടിൽ കഷ്ടത, യേശുവിന് പ്രിയനായവന് ദീനം, യേശു സ്നേഹിച്ച വീട്ടിൽ മരണം. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത വേറൊരു തലത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സംസാരിക്കുക. യേശു സ്നേഹിച്ച വീട്ടിൽ കഷ്ടതയാണ്, യേശു സ്നേഹിച്ച വീട്ടിൽ രോഗം, യേശു സ്നേഹിച്ച വീട്ടിൽ മരണം. യേശുവിനെ സ്നേഹിച്ചതുകൊണ്ട് ജോലി നഷ്ടപ്പെടത്തില്ലെന്നോ, ക്യാൻസർ വരത്തില്ലെന്നോ, കോവിഡ് വരത്തില്ലെന്നോ, ഹാർട്ട് അറ്റാക്ക് വരത്തില്ലെന്നോ ഒന്നും ചിന്തിക്കരുത്. ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള മനുഷ്യർക്കുണ്ടാകുന്ന സകല പ്രതിസന്ധിയിലൂടെ നീയും പോകേണ്ടി വരും. യേശു കർത്താവ് ഇങ്ങനെ പോകുമ്പോൾ ആ പടകിന് നേരെ കാറ്റടിച്ചു. മറ്റു പടകിന് നേരെ അടിക്കാത്ത കാറ്റ് ഈ പടകിന് നേരെ അടിച്ചു. യേശു നിന്റെ ബോട്ടിലുള്ളത് കൊണ്ട് കാറ്റടിക്കില്ലെന്നും തിരമാല ഉയരില്ലെന്ന് നീ ചിന്തിക്കരുത്. പക്ഷെ യേശു നിന്റെ ബോട്ടിലുള്ളത് കൊണ്ട് ഈ തിരമാലകൾക്ക് നിന്നെ തൊടുവാൻ കഴിയില്ല. ഈ കൊടുങ്കാറ്റിനെ തകർക്കാൻ കഴിയില്ല. കലകളടിച്ച് സ്തോത്രം പറ. യേശു നിന്റെ വീട്ടിലുള്ളത് കൊണ്ട് പ്രശ്നം ഉണ്ടാകത്തില്ലെന്നല്ല, നിന്റെ ബോട്ടിനെ തകർത്ത് കളയുവാൻ, നിന്റെ ജീവിതത്തെ തകർത്ത് കളയാൻ പിശാചടിപ്പിക്കുന്ന കൊടുങ്കാറ്റിൽ നീ തകർന്നു പോകില്ല. നിന്റെ തലമുറ തകർന്നു പോകില്ല, നിന്റെ കുടുംബം തകർന്നു പോകില്ല. യേശു ബോട്ടിലുള്ളത് കൊണ്ട് അവനെ ശാസിക്കോ ശക്തികളെ. ഈ വിധത്തിൽ ആരുടെയും നേരെ വിരൽ ചൂണ്ടി ആരും വിധിക്കരുത്. പെന്തക്കോസ്തുകാരായി നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് കഷ്ടത വന്നാൽ ശോധന, വേറെ ആർക്കെങ്കിലും വന്നാ ന്യായവിധി. നമ്മൾ തെറ്റ് ചെയ്താൽ ബലഹീനത, വേറെ വല്ലവരും ചെയ്താൽ കൊടിയ ഭാവം. എൻ്റെ ഈ പ്രസംഗിക പീഠത്തിലെ മിക്ക നിങ്ങൾ അറിയപ്പെടുന്ന എല്ലാവരും എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതരാണ്. മറ്റു പലരേക്കാൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രത്യേകിച്ച് എന്നോട് അവരെല്ലാം സംസാരിക്കാം. ഈ ദൈവമക്കളൊക്കെ ആക്സിഡൻറ്റിൽ മരിക്കാറുണ്ട്, പാസ്റ്റർമാരും മരിക്കാറുണ്ട്. ചിലർ പറഞ്ഞ സാത്താൻ കൊണ്ടുപോയെന്നാ. ഞാൻ ഇന്നലെ പറഞ്ഞവിടെ, നീ ദൈവകൃപയിലാണേ, നിന്നെ തൊടുവാൻ ഒരന്ധകാരത്തിനും കഴിയില്ല. കർത്താവ് അനുവദിച്ചു, അവരങ്ങനെ പോയി. ആ വാഹനമായിരുന്നു. കേട്ട് കഴിഞ്ഞ ഉടനെ ആരും വിധിക്കരുത്. ഒരിക്കൽ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ ഞാൻ വിളിക്കുന്ന സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനും അദ്ദേഹവും കരഞ്ഞു. നമുക്ക് പറയാൻ കഴിയില്ല. അടുത്ത പദം അദ്ദേഹത്തിനോട് പറയാ, പാസ്റ്ററെ ഞാനും പോവില്ല. ഞാനും മക്കളെ ചുമ്മാ പറയാ ആളുകളും ഇത് കേട്ടടിച്ചു പോവല്ല. ജീവിതത്തിൻ്റെ ജീവിതഗന്ധിയായി നമ്മളെ തുടരണം. ഞാനും ഈ ഭൂമിയിലാണ്, ഞാൻ എങ്ങനെയാ പോകണം അദ്ദേഹനോട് പറയാം. ഞാൻ എങ്ങനെയാണ് പോകുന്നത് എനിക്കറിഞ്ഞുകൂടാ. ആരെയും വിധിക്കാൻ നമ്മളാളല്ല. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, നമ്മളും പഠിക്കണം. ഒരുത്തനെ നോക്കി തെണ്ടക്കാരനെ വിളിപ്പിക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നീ ഇങ്ങനെ ആയതും അവരങ്ങനെ ആകാഞ്ഞതും നമ്മൾ വിളിക്കരുത്. കൃപയാ. ആരെയും പുച്ഛിക്കരുത്. നിറം നോക്കിയോ, പണം നോക്കിയോ, സ്ഥാനം നോക്കിയോ അല്ല സ്നേഹിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്. എബ്ബേസിന്റെ അതിർദൈവം വിസ്താരമാക്കും.
ലേയുടെ കണ്ണുനീർ ദൈവം കാണും. ഹല്ലേലൂയ. ഇന്ന് നീ കാണുന്ന പോലെയല്ല ദൈവം കാര്യങ്ങളെ കാണുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് ദൈവം കാര്യങ്ങളെയൊക്കെ മാറ്റിമറിച്ചു. എന്നെ എതിർക്കുന്നവർക്ക് മീതെ ദൈവം നിന്നെ ഉയർത്തും. നീ ചിന്തിക്കുന്ന, പുച്ഛിക്കുന്ന, താഴേക്കിടെ കിടക്കുന്നൊക്കെ നീ ചിന്തിക്കുന്നവനെ നിന്റെ മണ്ടയ്ക്കൂടെ ദൈവം ഉയർത്തും. ആരെയും വിധിക്കുന്നത് ആർക്കൊക്കെ എന്തെങ്കിലും വന്നാൽ ന്യായവിധിയാന്ന് പറയല്ല. അത് ദൈവപരമായി തീർക്കണം. എന്തിനാണ് കഷ്ടത? എന്താണ് കഷ്ടത കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്? ഇന്നലെ നമ്മൾ ചിന്തിച്ചു, ദൈവത്താലും മനുഷ്യനാലും പിശാചിനാലും നല്ല സാക്ഷ്യം കൈക്കൊണ്ട ഒരുവനുണ്ടായിരുന്നു. ആരാ? അവർക്ക് പറ. ആ മനുഷ്യന് കഷ്ടത വന്നു. ഭൂമിയിൽ ആർക്കും ഉണ്ടാകാത്ത കഷ്ടത. ഇതുപോലൊരു മനുഷ്യനുണ്ടായിട്ടില്ല. നമ്മളാരാണ് പിടിച്ചിരിക്കത്തില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, 10 പിള്ളേരുടെ ബോഡി ഏറ്റെടുക്കില്ല. അപ്പൊ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായി അദ്ദേഹത്തിന് 3 സ്നേഹിതന്മാർ കൂടെ വന്നു. അടുത്ത ജോബ് ചാപ്റ്റർ 2 അതിലൂടെ കടന്നു പോകാൻ പരിശുദ്ധാത്മാവ് പറയുന്നത് 2:11. അനന്തരം തേമാന്യനായ എലീഫസ്, ശൂഹ്യനായ ബിൽദാദ്, നയമന്യനായ സോഫർ എന്നിങ്ങനെ ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തർ താന്താന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതപിപ്പാനും അവനെ ആശ്വസിപ്പാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ അകലെ വെച്ച് നോക്കിയാറെ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കം കരഞ്ഞു, വസ്ത്രം കീറി, പൊടി വാരി. ആശ്വസിപ്പിക്കാൻ ചെന്നവര് യഹോവയോട് കരയില്ല. എന്നിട്ട് പൊടി വാരി മേലോട്ട് വായിച്ചു. അവന്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവരാരും ഒരു വാക്കും മിണ്ടാതെ 7 രാപകൽ. എത്ര നാളിരുന്നു? ഇരിക്കാനെ പോ. അവരാരും ഒരു വാക്കും മിണ്ടാതെ പറയുന്നേ 7 രാപ്പകൽ ഇയ്യോബിന്റെ അടുത്ത് മിണ്ടാതിരുന്നു. ഇവര് മിണ്ടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നി, എൻ്റെ ദൈവമേ, ഇവര് മിണ്ടാതെ ഇരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഈ ചിലരൊക്കെ മിണ്ടുന്നതിനേക്കാൾ നല്ല മിണ്ടാതിരിക്കുന്നതാണ്. ഞാനൊരു പ്രസംഗം ചോദിച്ചു, നിനക്ക് പല ഭാഷയെ മിണ്ടാൻ അറിയാം, ഒരു ഭാഷയിലെങ്കിലും മിണ്ടാതിരിക്കാൻ അറിയാമോ? യവന്മാര് വാ വിടർന്നപ്പോഴാണ് എൻ്റെ ദൈവമേ എന്ന് മിണ്ടാതിരുന്നല്ലേ. ചിലരൊക്കെ രോഗികളെ കാണാൻ ചെല്ലും. എൻ്റെ ദൈവമേ, ഇവിടെ നിലവിട്ടം കാണുമ്പോഴേ ഇവൻ്റെ അകത്തൊരു എന്താ പറയാൻ പോകുന്നു. ഇന്നാളിൽ ഇതുപോലൊരു തലമുറക്കം വന്ന ചാക്കോച്ചായ മരിച്ചത് ആശ്വസിപ്പിക്കുന്നില്ല. ചില വിശ്വാസികളുമുണ്ട്, എന്തെങ്കിലും മൂക്കേപ്പനി വന്നു കഴിഞ്ഞാൽ പാസ്റ്റർ വിളിക്കാൻ. ചില ആളുകളുണ്ട്, അത് കേരളത്തിലെ പ്രത്യേകത, എനിക്ക് ഷാറയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർക്ക് ഞായറാഴ്ച രാവിലെ കൃത്യമായ അസുഖം വരും, ഞായറാഴ്ച വൈകിട്ട് അസുഖം പോകും. പക്ഷെ അന്ന് എവിടെയെങ്കിലും ബിരിയാണി കിട്ടുകയാണെങ്കിൽ വെട്ടി വീഴുകയും ചെയ്യും. അതിന് ഞായറാഴ്ച സൺഡേ സിൻഡ്രോം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഈ മിണ്ടാൻ തുടങ്ങിയപ്പോൾ മിണ്ടാതിരുന്നാൽ നല്ലതായിരുന്നു. ഞാൻ പറയാൻ പറ്റുന്നത്, ചിലർ പനി പിടിച്ചു കഴിഞ്ഞാൽ 2 ദിവസവും പനി നീണ്ടാൽ മതി, മട്ടമങ്ങ് മാറി. അതുവരെ ജീവൻ വെച്ചീടുന്നൊക്കെ പാടിയ പിന്നെ സമയാൻ്റെ അത് പാടുന്നത്. പാസ്റ്റർ വിളിച്ചു, എങ്ങനെയുണ്ട് ചാക്കോച്ചായ പനി? എൻ്റെ പാസ്റ്റർ എന്നാ പറയാൻ, ഇതെന്നെ കൊണ്ട് പോത്തുള്ളതാണ്. മിക്കവാറും ആ പനി അയാളെ കൊണ്ട് പോത്തുള്ളൂ. നിന്റെ വായിൽ നിന്ന് വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. എന്റെ സഭയെ നോക്കി ഉണരത്തിൽ ഉണർവുണ്ടാകില്ലെന്ന് പറയരുത്. കുടുംബത്തെ നോക്കി ഏതി പിടിക്കില്ലെന്ന് പറയരുത്. കുഞ്ഞുങ്ങളെ നോക്കി ഗണം വരില്ലെന്ന് പറയരുത്. എല്ലാ പ്രതിസന്ധിയുടെ നടുവിൽ നീ പറയണം, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സഭ ഉണർത്തപ്പെടും.
ആത്മാക്കൾ വിടുവിക്കപ്പെടും. എന്റെ തലമുറയെ ദൈവം മാനിക്കും, അവനെ ദൈവം ഉയർത്തും. ഞാൻ തല ഉയർത്തി നിൽക്കും. എല്ലാ പ്രതിസന്ധിയുടെ നടുവിലും എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. കൈകളുടെ ദൈവത്തെ സൂക്ഷിച്ചുകൊണ്ടുവരാ. ഈ അവസ്ഥയ്ക്ക് ദൈവം ഭേദം വരുത്തോ. എന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയിലേക്ക് മാറ്റും. എന്തായിരുന്നു യോവിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ദൈവത്താലും ഇന്നലെ തുടക്കം നമ്മൾ പരിശുദ്ധാത്മാവ് സാക്ഷീകരിച്ചുകൊണ്ട് നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകന്നവൻ, ദൈവഭക്തൻ. ദൈവം തമ്പുരാൻ സാക്ഷീകരിച്ച് എന്റെ ദാസനായ യോവിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടിലങ്ങുന്നവനും ഭൂമിയിലാരുമില്ലല്ലോ. പിശാചു എഗ്രി ചെയ്തോ ഭക്തനാ. ഭാര്യ പറഞ്ഞു എന്റെ ഭർത്താവ് ഭക്തനാണ്. ഞാൻ പറഞ്ഞ ആ സാക്ഷ്യ വലിയ പാടാണ്. വീട്ടിൽ താമസിക്കുന്ന ഭാര്യ, വീട്ടിൽ താമസിക്കുന്ന ഭർത്താവ്, കുഞ്ഞുങ്ങൾ പറയണം എൻ്റെ പപ്പ ഭക്തനാണ്. ആ സാക്ഷി കിട്ടാൻ വലിയ പാടാ. അത് കിട്ടിയാൽ നീ രക്ഷപ്പെട്ടു. നിന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ 100-ൽ 100 മാർക്ക് നീ നേടി. കൈയൊന്ന് ഉയർത്തിയ ശക്തിയോട് സ്വതന്ത്രം പറഞ്ഞു. ആ ഭക്തന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ, അതായത് ദൈവമക്കളെ, ഒരു വിശുദ്ധന്റെ വീട് എങ്ങനായിരിക്കണം. കുടുംബജീവിതത്തിൽ ഒത്തിരി ക്ലാസ് എടുക്കണം. ഞാനിപ്പം കുറേ നിങ്ങൾക്ക് റെക്കോർഡ് കല്യാണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫാമിലി അത് വളരെ അത്യാവശ്യമാണ് കാലത്ത്. എനിക്ക് സമയം ഉണ്ടായിരുന്ന ഒരു ദിവസമെങ്കിലും നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഉപവാസ പ്രാർത്ഥനയല്ലേ, അതുകൊണ്ട് ഈ വിധി പോകുന്നത്. ഒരു ഭക്തന്റെ വീട് എങ്ങനായിരിക്കണം, എങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്നതിന് തെളിവാണ് യോബിന്റെ വീട്. ഒന്ന് വായിച്ച 4-ാം വാക്യം. അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ചു വിളിപ്പിക്കുകയും ചെയ്യുക. പിന്നെ അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ വായിക്കണ്ട. 5-ാം വാക്യം വായിച്ചിട്ട് ഞാൻ പറയാം. 5-ാം വാക്യം. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ യോബ് പക്ഷേ തന്റെ പുത്രന്മാർ പാപം ചെയ്തുമോ എന്ന് ചിന്തിച്ച് വായിച്ചോ. ദൈവത്തെ ഹൃദയം കൊണ്ട് ദഹിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് എന്തോ ഭക്തിയാണ്, എന്തോ കരുതലാ. എന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ വിട്ട് മാറരുതെന്ന്. ഇവരെല്ലാം കൂടെ വിരുന്നിന് കൂടിയിട്ടേ എന്തെങ്കിലുമൊക്കെ അബദ്ധം ചെയ്തോ. വായിച്ചേ. ആളയച്ചവരെ വിളിപ്പിച്ച് ശുദ്ധീകരിക്കുകയും ഒരു കെയറിങ് ആത്മീയ വിഷയത്തിൽ. നിങ്ങളുടെ കൃപയെ തന്നെയാണോ? എത്ര കൂടുമ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. മക്കളുടെ കൃപയെ തന്നെയാണോ? ഇതെല്ലാം കാര്യങ്ങളാണ് മക്കളുടെ ഭൗതിക വിഷയത്തിന് ചെയ്യുന്നത്. ആത്മീയരാകൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, സ്വർഗത്തിലെത്താൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പൊതുവെ ഇതൊക്കെ ചേർത്ത് പ്രസംഗിക്കാറുണ്ട്. ഈ പിള്ളേരെ ഞായറാഴ്ച രാവിലെ ട്യൂഷൻ സെന്ററിൽ വിട്ടിട്ട് വന്ന് ഇവിടെ സൺഡേ സ്കൂൾ എടുക്കുന്നത്, സൺഡേ സ്കൂൾ എത്തിയാവരുണ്ട്. അവൻ്റെ പിള്ളേരെവിടാ? അയ്യോ, ആത്മീയം പോയി പോക്കാണ്. അപ്പൊ അങ്ങനെ വളർത്തി. അതിൽ എനിക്ക് പറയാൻ ഒരു കാര്യം ഞാൻ പറയും. ഈ സഹോദര സ്നേഹം. യോബിന് എത്ര മക്കളായിരുന്നു മക്കളെ? എത്ര മക്കളായിരുന്നു? ഹൗ മെനി ചിൽഡ്രൻസ്? ജോർജ് 10. 7 ആൺപിള്ളേരും 3 പെൺപിള്ളേരും. ഓരോ ദിവസവും ഓരോ വീട്ടിൽ വിരുന്ന്. അപ്പൊ 7 ദിവസം 7 വീടം പോയി. എന്താ സന്തോഷം. എന്നിട്ട് ഈ ആൺപിള്ളേർ ഒരു പരിപാടി ചെയ്യും. പെൺപിള്ളേർക്ക് വണ്ടി വിട്ടുകൊടുക്കും. നമ്മുടെ ഭാഷയിൽ പറയാം, ആളയച്ചവരെ വരുത്തും. സിസ്റ്റേഴ്സിനെ ഒരാഴ്ച കുശാല. എത്ര വീടുണ്ടാക്കും? ഞാൻ കോട്ടയത്തോടെ ചെയ്തപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞങ്ങൾ അടുത്തടുത്ത് 3 വീടാ. അതിലെ ബന്ധുക്കളവരിവിടെ കാണും. കാരണം നല്ല കാര്യം പറയണമല്ലോ. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഇവിടെ ഫുഡ് വെക്കുമെങ്കിൽ പിറ്റേ ദിവസം അപ്പുറത്തെ ഫുഡ് എല്ലാവർക്കും കൂടെ അവിടെ, പിന്നെ അപ്പുറം അത്ര. ഞാൻ അപൂർവ വീടേ ഞാൻ കണ്ടുള്ളൂ.
യോബിന്റെ മക്കളുടെ പ്രത്യേകത സഹോദര സ്നേഹം. ഒരുത്തൻ്റെ വീട്ടിൽ ബാക്കി 9 പേരും കൂടും, അടുത്ത വീട്ടിൽ 9 പേരും കൂടും. പെന്തക്കോസിലായതുകൊണ്ടേ സഹോദര സ്നേഹം പോകരുത്. സ്വതന്ത്രിച്ച് കുറച്ച് കേട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പെന്തക്കോസിലാകാത്ത നിന്റെ സഹോദരനെയും ചേർത്ത് പിടിച്ചോളും. ഈ രക്തബന്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ തിരുത്തി അത് ഒരു ദിവസം കൊണ്ട് വഴി നല്ലതേ. അവരന്യഭാഷ പറയുന്നില്ലെന്നും പറഞ്ഞ് നീ അവരെ സ്നേഹിക്കാതിരിക്കരുത്. നിന്റെ സ്നേഹം ഉറപ്പിച്ചു കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം സഹോദര സ്നേഹം. ഒരു ചോക്ലേറ്റ് കിട്ടിയാൽ തന്നെ വിഴുങ്ങാനല്ല പഠിപ്പിക്കേണ്ടത്, ഷെയർ ചെയ്യാൻ. ഒരെണ്ണം കിട്ടിയ അടുത്ത കൈയും കൂടെ റാജി അവനങ്ങ് വിഴുങ്ങി. അവന് കൊട്ടടി. പണ്ട് നമ്മുടെ നാട്ടിൽ പരിപാടിയൊക്കെ ഞാൻ തുറന്നു പറഞ്ഞേക്ക്, അവന് കൊടുത്തു, ഇവക്ക് കൊടുക്കണ്ട. സഹോദര സ്നേഹം, കെയറിങ്, കരുതൽ, അത് സഭയിലും വേണം. നിങ്ങൾ കേട്ടിട്ടുണ്ടൊരു പഴയ കഥ, കരയാതെ പ്രസംഗിക്കില്ലത്. ഒരപ്പൻ്റെ 2 മക്കൾ കൃഷിക്കാരാണ്. അപ്പം ചെറുപ്പത്തിലെ മരിച്ചു. മക്കൾക്ക് വീതം വെച്ചു കൊടുത്ത് കൃഷി സ്ഥലം. അവർ 2 പേരും കൃഷി ചെയ്തു. കൊയ്ത് കളപ്പുരയിൽ കൂട്ടി ചാക്കുകളിൽ ധാന്യം നിറച്ചു നിൽക്കുമ്പോൾ ചേട്ടൻ ധ്യാനിപുരയിൽ നിന്ന് ചിന്തിക്കുക, എൻ്റെ അനിയൻ, എൻ്റെ അനുജൻ, അവന് വിള കിട്ടിയോ? ഒരു ചാക്ക് നിറ ധ്യാനം വാരി കെട്ടിവെച്ച് തലച്ചുമടാൽ ചുമന്ന് ചേട്ടൻ അനിയൻ്റെ കളപ്പുരയിലേക്ക് നടന്നു. അപ്പൊ അനിയൻ അവിടുന്ന് എൻ്റെ ചേട്ടൻ്റെ കളപ്പുരയിലേക്ക് തലച്ചുമടായി വെച്ച് അവൻ നടന്നു. എല്ലാ രാത്രിയിലും ഇത് സംഭവിച്ചു. അനിയന്റെ കളപ്പുരയിൽ നിന്ന് ചേട്ടന്റെ കളപ്പുരയിലേക്ക് ഒരു ചാക്ക് ധ്യാനം കൊണ്ടുവച്ചിട്ട് അനിയൻ ചേട്ടൻ കാണാതെ മടങ്ങും. ചേട്ടൻ ഒരു ചാക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ട് മടങ്ങും. ഓരോ ചാക്ക് എല്ലാ ദിവസവും ഇവിടുന്ന് മാറുന്നുണ്ടെങ്കിലും കുറയുന്നില്ല. കൊടുക്കുന്നവന് കുറയില്ല. കൊടുക്കുന്നവന് കുറയുകയില്ല. ഒരു ദിവസം എന്തോ ടൈം തെറ്റിപ്പോയി. ചേട്ടൻ ചാക്കും ചുമന്ന് ഇറങ്ങാൻ പോകുമ്പോൾ കാൽപ്പൊരു മാറ്റം. കള്ളനാണ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ അനിയൻ ഒരു ചാക്ക് ചുമന്നുകൊണ്ട് നിൽക്കുക. കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇതാ സ്നേഹം. കുറെ കൂടുതൽ അന്യഭാഷ പറഞ്ഞുകൊണ്ട് അന്യനാകില്ല. നിന്റെ അനിയന്റെ വീട്ടിൽ അടുപ്പിൽ തീ പോയെന്നോ എന്നൂടെ നോക്കിക്കോണം. ആ കരുതൽ വേണം നമുക്ക്. ഞാൻ ഈ ജീവഗന്ധിയായ കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. ഇതൊക്കെ പറയുമ്പം കണ്ണ് നിറഞ്ഞും ഹൃദയം നിറഞ്ഞും ഞാൻ പ്രസംഗിക്കാൻ കാരണം എൻ്റെ അപ്പൻ നിത്യതയിൽ പോകുമ്പോൾ ഞങ്ങൾ 17 വയസ്സിന് താഴെ 7 മക്കളായിരുന്നു. 17 വയസ്സിന് താഴെ ഞങ്ങൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നവരാണ്. നീ വിളിച്ചു വിളിക്കാം. പറയാൻ ഇന്നലെ പറഞ്ഞ് കരുതലുണ്ടാകണം. നിന്റെ പായിൽ മുട്ടുകുത്തി ആരാധിക്കുന്ന ദൈവകുഞ്ഞിനെ കുറിച്ച് നിനക്കൊരു കരുതലുണ്ടാകണം. അവൻ്റെ വീട്ടിൽ ഒരു മോള് പുരനിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു കരുതലുണ്ടാകണം. വിദ്യാഭ്യാസം ചെയ്യുവാൻ ഫീസ് കൊടുക്കാൻ കാശില്ലാതിരിക്കുന്നെങ്കിൽ നിന്റെ കുഞ്ഞിനെ പോലൊരു കരുതൽ നിനക്കുണ്ടാകണം. അല്ലാതെ ദൈവസ്നേഹത്തിന്റെ പാട്ടുപാടി തമ്പേറടിച്ച് പൊട്ടിച്ചത് കൊണ്ടോ മേശയടിച്ച് കീറിയത് കൊണ്ടോ തറ ചവിട്ടി പൊളിച്ചത് കൊണ്ടോ ഉണർവുണ്ടാകില്ല. ഉണർവുണ്ടാകണേ കരുതലും.
എൻ്റെ മോളേക്കാൾ കൂടുതൽ എൻ്റെ ജേട്ടൻ്റെ മോൾ മാർക്ക് വാങ്ങിയാൽ എനിക്ക് സന്തോഷം എന്ന് പറയാൻ കൈ വരുത്തൊരു സ്വതന്ത്രം പറഞ്ഞു. അങ്ങനെ വേണം. ഒരു വീട്ടിൽ എങ്ങനെയായിരിക്കണം? മക്കൾ അബദ്ധവശാൽ പാകം ചെയ്ത് വിളിച്ച് അവരുടെ സംഖ്യയ്ക്കൊന്ന് ഓമയാൻ കഴിക്കുമായി. പക്ഷെ ആ കുടുംബത്തിന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം, പിശാച് ആ കുടുംബത്തിന് നേരെ കൊടുങ്കാറ്റടിപ്പിച്ചു, ആണിക്കല്ലുകളെ ഇളക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർ ഒന്നിച്ച് നിന്നവരെ എതിർക്കണമായിരുന്നു. അപ്പോൾ ആ സഹോദരിക്ക് അത് കഴിഞ്ഞില്ല. ഓരോന്നും ദൂതാണ്. എനിക്ക് നിങ്ങളെ ആരെയും പേരും വ്യക്തിപരമായി ഒന്നും അറിയില്ല, നിങ്ങളുടെ തലയിൽ ഞാൻ കൈ തൊടുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയാം, നിനക്ക് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ ദുഷ്ടപിശാച് കാറ്റടിപ്പിക്കുമ്പോൾ പരസ്പരം പോരാടരുത്, ഒന്നിച്ച് നിന്ന് അതിനെ എതിർക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ, നിന്റെ സഭയ്ക്ക് നേരെ പിശാച് കാറ്റടിപ്പിക്കുമ്പോൾ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ പിശാച് പദ്ധതിയിടുമ്പോൾ തമ്മിൽ പോരടിക്കരുത്, ഒന്നിച്ചെതിർക്കുക. ശക്തിയോട് കരം പിടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാണ്. ഉണർന്നുകൊള്ളുക, ഉണർന്നുകൊള്ളുക, ശക്തീകരിക്കാം, നിന്നെ തന്നെ ശക്തീകരിക്കാം, കോട്ട കാത്തുകൊള്ളുക. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. കരം പിടിച്ചാണ് ശക്തിയോട് കുടുംബങ്ങളെ അകറ്റുവാൻ, തകർക്കുവാൻ, കാറ്റടിപ്പിക്കുവാൻ പിശാച് നോക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അതിനെ തകർക്കുക. ശക്തിയോടെ പഠിച്ചതേ ഭാഷ സ്തോത്രം പറഞ്ഞു ആരോപിച്ചാണ്. അപ്രതീക്ഷിതമായ സമയത്തും അപ്രതീക്ഷിതമായ വേളയിലും ഒക്കെയാണ് തകർച്ചകൾ. കുടുംബങ്ങളുടെ അടിവേരത്തിനെ തകർക്കുകയാണ്. എനിക്കെന്തുമാത്രം ഫോൺ കോളാണ് വരുന്നറിയാം. വളരെ നന്നായി ഓടിയിരുന്ന പലയിടത്തും പിശാച് കയറി പ്രവർത്തിച്ചു. അതുകൊണ്ട് വളരെ സൂക്ഷ്മത വേണം കുടുംബജീവിതത്തിൽ. ഇതൊരു വല്ലാത്ത കാലമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നിനക്ക് ഡോളറില്ലാതെ ജീവിക്കാം, പൗണ്ടില്ലാതെ ജീവിക്കാം, ദിർഹാംസില്ലാതെ ജീവിക്കാം. ദൈവകൃപയില്ലാതെ നിനക്കും നിന്റെ തലമുറയ്ക്കും ഒരു സെക്കൻഡ് ഇവിടെ നിൽപ്പാൻ കഴിയില്ല. ഉപവാസ പ്രാർത്ഥനയിൽ കൃപയ്ക്കായി അപേക്ഷിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു, കൃപയ്ക്കായി അപേക്ഷിക്കുക. നിന്റെ കുടുംബത്തിന് നേരെ പിശാച് അടിപ്പിക്കാൻ പറ്റുന്ന കൊടുക്കാറ്റിൻ്റെ തോളോട് തോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, കൈയോട് കടക്കോട്ട് പിടിച്ചുകൊണ്ട് ആ കാറ്റിനെതിരെ അതിനെതിരെ പോരാടുവാൻ, പിശാചിനെതിരെ പോരാടുവാൻ, ഒന്നിച്ച് ശാസിക്കാൻ, പിശാചിന്റെ പദ്ധതികളെ യേശുവിന്റെ നാമത്തിൽ തകർക്കാൻ നിങ്ങൾ അഭിഷേകം ഏറ്റുവാങ്ങുക, അധികാരം ഏറ്റുവാങ്ങുക. അതോ ദൈവത്താലും മനുഷ്യനാലും പിശാചിനാലും നല്ല സാക്ഷ്യം കൈക്കൊണ്ട ഭക്തന്റെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നപ്പോൾ ആശ്വസിപ്പിക്കുവാൻ വന്നവർ വന്ന് മിണ്ടാതിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞു തുടങ്ങിയത് പല ഭാഷകളിൽ മിണ്ടാനറിയാം, ഒരു ഭാഷയിലെങ്കിലും മിണ്ടാതിരിക്കാൻ പഠിക്കണം. അവരെന്താ പറഞ്ഞെന്ന് നമുക്ക് നോക്കാൻ, എന്നിട്ട് നമുക്ക് ഒന്നിക്കാം. 4:1 വായിച്ച്. ജോബ് ചാപ്റ്റർ 4:1. ഉത്തരം പറഞ്ഞതെന്നാൽ നിന്നോട് സംസാരിക്കാൻ തിരിഞ്ഞാൽ നീ മുഷിയുമോ? എന്നാൽ വാക്കടക്കുവാൻ ആർക്ക് കഴിയും? വാക്കടക്കാൻ ആർക്ക് കഴിയും? അതിനാ കൃപ വേണ്ടത്. എല്ലാറ്റിനും നീ തന്നെ മറുപടി പറയാൻ പോകരുത്. മറുപടി പറയാൻ ദൈവത്തെ ഏൽപ്പിക്കണം. സ്മൈൽ ആൻഡ് സൈലന്റ്. ജ്ഞാനികളുടെ ചുണ്ടിൽ വിടരുന്നതാണ് സ്മൈൽ ആൻഡ് സൈലന്റ്. ബുദ്ധിമാന്മാരുടെ ചുണ്ടിൽ വിടരുന്നതാണ് നിശബ്ദതയും പുഞ്ചിരിയും. എല്ലാറ്റിനും നീ തന്നെ മറുപടി പറയാൻ പോകരുത്. മറുപടി പറയാൻ ദൈവത്തെ ഏൽപ്പിക്കണം. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ മറുപടി പറയണം. ദൈവം എഴുന്നേൽക്കുമ്പോൾ പറ, അവന്റെ ശത്രുക്കൾ. ദൈവം എഴുന്നേൽക്കണമെങ്കിൽ നീ ഇരിക്കണം. നീയും നിന്റെ ദൈവവും ഒരുപോലെ എഴുന്നേറ്റ് നിൽക്കില്ല.
നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവം ഇരിക്കുകയായിരിക്കും, എന്നാൽ നീ ഇരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ശക്തിയോടെ സ്വതന്ത്രം പറഞ്ഞു. നീ മുട്ടുകുത്തുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറും. സ്മൈൽ, സൈലന്റ്. എല്ലാറ്റിനും ചാടിക്കേറി ഉത്തരം പറയാൻ നീ പോകരുത്. ആശ എന്ന് പറഞ്ഞു വിക്കി അതുപോലെ എൻ്റെ ദൈവത്തെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ അങ്ങനെ മോശയോ പറവൻ ചോദിച്ചു, ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? പറവൻ ചോദിച്ചു, അവൻ്റെ ദൈവത്തെ പോലെയാണെന്ന്. മോശയുടെ ദൈവം ഇവിടുത്തെ വിശ്വാസിയാണ് ചാടിയാനെ. എന്നാൽ പിന്നെ കാണിച്ചിട്ടേ ഉള്ളൂ, നിന്നെ കൊന്ന് ഞാനും ചാവുന്ന മടങ്ങ് ഇറങ്ങിയാന്. മോശ പറഞ്ഞു, ഇതിനുത്തരം തരണം ഞാൻ. ഇതിനുത്തരം തരേണ്ടത് എൻ്റെ ദൈവം. എൻ്റെ ദൈവം ഉത്തരം തന്നോളും. പിറ്റേ ദിവസം മുതൽ പുള്ളി കുടിക്കുന്ന ബ്ലഡ് വാട്ടറാണ്. എന്താ വാട്ടർ? രക്തവെള്ളം. പറവോൾ കുടിക്കുന്നത്. കിടക്കുന്നത് തവളയുടെ കൊണ്ടയ്ക്ക്. ഇവിടെ മെത്തപ്പുറത്തെല്ലാം തവള കയറിയത്. നിങ്ങൾ ആരൊക്കെയാ പണ്ട് ആരാന്ന് പ്രസംഗിക്കുന്നത് കേട്ടു, നമ്മുടെ നാട്ടിൽ വെള്ളം പൊങ്ങുന്നുണ്ടെ തവളയെല്ലാം കൂടെ കരുന്ന പറോ 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 പറോ. കുറച്ച് തവളകളൊന്ന് വിടറാ. അത് മാത്രമല്ല, നായീച്ച പൊതിഞ്ഞു. ഈച്ചയ്ക്ക് വറവൻ ആരാന്ന് വല്ല അറിയാം? പ്രസിഡന്റാ. ഈച്ചയ്ക്ക് പ്രസിഡന്റിനെ എന്ന് പറയും. അവൻ പുള്ളിയുടെ പരിപാടി ഈച്ചയെ അടിക്കാൻ ആളെ ഇരുത്തിയേക്കുക. അടിച്ചു അവൻ്റെ ഈ അടിക്കാൻ ഇരുത്തിയവൻ്റെ മണ്ടക്ക് ഈച്ചയാണ്. അവസാനം ഒരു എഴുത്തുകാരൻ എഴുതി, അടിച്ചടിച്ച് പറവോൻ്റെ കർണക്കൂറ്റി തീർത്തടിയില്ലേ. നീ ആരാന്ന് ചോദിച്ചില്ല എൻ്റെ ദൈവം. നിന്റെ വൃത്യന്മാരെ കൊണ്ട് നിന്റെ കർണക്കുറ്റിക്ക് അടിപ്പിക്കും. ബ്ലഡ് വാട്ടർ കുടിപ്പിച്ചു. തവളയുടെ മണ്ടയ്ക്ക് കിടന്നു. അവസാനം ആട് വിട്ട് പിടിപ്പിച്ചു. ആട്ടി ഓടിച്ചവൻ. ആരോടൊക്കെ ദൂത് പറയാ പരിശുദ്ധാത്മാവ്. പിന്നെ ആരൊക്കെ ഇവിടുന്നൊക്കെ ആട്ടി ഓടിച്ചവൻ ആട് വിട്ട് ഒളിപ്പിക്കുന്ന ദിവസം വരും. ശക്തിയോടെ സ്വതന്ത്രം പറഞ്ഞു കൈകളടിച്ച് ദൈവത്തിൽ ആരാധിച്ചോട്ട്. നിന്നെ എവിടുന്നൊക്കെയെങ്കിലും ഒക്കെ ഇറക്കി വിട്ടിട്ടുണ്ടോ? ഇവിടെ പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഇവിടെ കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ കർത്താവിന് വേണ്ടി ഇറങ്ങിയതിനാൽ എന്തെങ്കിലുമൊക്കെ നിന്നെ സഹിച്ചോ? ആരെങ്കിലുമൊക്കെ എന്തിനൊക്കെ വിളിക്കാതിരുന്നോ? യേശുവിന്റെ നാമത്തിൽ പറയാം, നിന്നെ ആട്ടി ഓടിച്ചവൻ ആട് വിട്ടു വിളിപ്പിക്കുന്ന ദിവസമുണ്ട്. മിണ്ടാതെ ഞാൻ ദൈവം അറിയുക. അവരെന്താ പറഞ്ഞേ? ഇദ്ദേഹം ആശ്വസിപ്പിക്കാമെന്ന് ആള് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. നീ പണ്ടേ ഉപദേശിച്ചു, വായിച്ചു വിട്ടു. കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു, വീഴുന്നവന്റെ വാക്കു താങ്ങി കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? അല്ലയോ? ഓർത്തു നോക്കുക. ഇവിടെ മുതൽ ശ്രദ്ധിച്ചോണം. ഓർത്തു നോക്കുക. നിർദോഷിയായി നശിച്ചവനാ. നേരുള്ളവൻ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ. അടുത്തത് ഞാൻ കണ്ടിടത്തോളം. പുള്ളി പറയുന്ന കേട്ടോ, പുള്ളിയുടെ അനുഭവം. ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യുന്നു. വായിച്ചു. ദൈവത്തിന്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു. അപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? അല്ലെങ്കിൽ വായിച്ചത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? യോവേ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ നിനക്ക് ഇത് വന്നതെന്നല്ലേ? ഞാൻ കണ്ടിടത്തോളം എന്നും നിർദോഷി നശിച്ചിട്ടില്ല, നേരുള്ളവൻ മുടിഞ്ഞിട്ടില്ല. ഇതാ ലോകം. ഞാൻ കണ്ടിടത്തോളം അന്യായം എഴുന്നവൻ അന്യായം കൊയ്യും. നിനക്ക് ഈ വന്നതൊക്കെ നിന്റെ കയ്യിലിരിപ്പാ. അടുത്തൊന്ന് വായിച്ച ഇപ്പം വായിച്ചെന്തുവാ? ദൈവത്തിന്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു. അവന്റെ കോപത്തിന്റെ ഊതിനാൽ ഒടിഞ്ഞു പോകുന്നു. നീ ദൈവത്തോട് പ്രാർത്ഥിക്ക. നീ നേരുള്ളവനാണെങ്കിൽ
ദൈവം നിന്നെ സഹായിക്കും. 8-ാം അധ്യായം എടുത്താട്ട്, 8-ാം അധ്യായം എടുത്താട്ട് 8:3 മുതൽ വായിച്ചാട്ട്, 8:3 മുതൽ വായിച്ചാട്ട്. ദൈവം ന്യായം മറിച്ചു കളയുമോ? ദൈവം ന്യായം മറിച്ചു, വേറെത്തും പറയാം. ദൈവം ന്യായം മറിച്ചു കളയുമോ? സർവശക്തൻ നീതിയെ മറിച്ചു കളയുമോ? സർവശക്തൻ നീതിയെ മറിച്ചു കളയുമോ? നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവർ അവരെ അവരുടെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. എന്നെ നോക്കി ആശ്വസിപ്പിക്കാൻ വന്നവൻ എന്താ പറഞ്ഞേ? 10 ഡെഡ് ബോഡി ഏറ്റെടുത്ത് അടക്കിയിട്ടിരിക്കുന്നവന്റെ വാർത്ത പറഞ്ഞു. മക്കൾ അബദ്ധവശാൽ പാപം ചിന്തിച്ചോ? നന്നാകാലത്ത് എഴുന്നേറ്റ് അവിടെ സംഖ്യക്കെത്തവണ ഹോമയാഗം കഴിക്കുമായിരുന്നു. അതുകൂടാതെ വട്ടം തികയുമ്പോൾ അവരെ വരുത്തി ശുദ്ധീകരിക്കുമായിരുന്നു. അവർക്ക് ഒരബദ്ധവശാൽ എന്തെങ്കിലും ഒന്നിച്ചു കൂടിയപ്പം ദൈവത്തിന് വിരോധമായി എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ച് പ്രത്യേക പ്രയർ, പ്രത്യേക യാഗം കഴിക്കുമായിരുന്നു അവിശുദ്ധനോട്, ഭക്തനോട്. 10 മക്കളെ ഏറ്റെടുത്ത് അടക്കേണ്ടി വന്നവനോട് ചോദിക്കുക, ചങ്കിന് കൊള്ളുന്ന പോലെ നിന്റെ മക്കൾ പാപം ചെയ്തുകൊണ്ട് ദൈവം അവരെ കൊന്നതാടാ. ബാക്കി തനിക്ക് ഇതെങ്ങനെ സഹിക്കുമെന്നേ? നമ്മളൊക്കെ ഇതിലൂടെ പോയതാണ്. അതുകൊണ്ടാണ് ഇത് പ്രസംഗിക്കുന്നത്. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ കൂടെ നിൽക്കേണ്ടവനും നിന്റെ കണ്ണുനീർ തുടയ്ക്കേണ്ടവനും നിന്നെ ആശ്വസിപ്പിക്കേണ്ടവൻ പോലും ചങ്കിന് കൊള്ളുന്ന വാക്കുകൾ പറയും. ദാവീദിന്റെ ശോധനയിൽ ഒരുത്തം വന്ന് മണ്ണ് വാരി ഇറങ്ങി നീരാന്ന് വിളിച്ചില്ലേ, കുലപാതകാന്ന് വിളിച്ചില്ലേ, ശപിച്ചില്ലേ. ഒരുത്തം വെട്ടാൻ തുടങ്ങിയപ്പോ ദാവീദ് പറഞ്ഞ വിളിക്കട്ടെ, ദൈവം ഏൽപ്പിച്ചു കൊടുത്ത് വിളിക്കാൻ. എന്റെ സ്വന്തം മകൻ എന്നെ ഇതാ കൊല്ലാൻ ഓടിക്കുന്നു. പിന്നെ അവൻ ചെയ്യുന്ന വലിയ കാര്യമാണോ? ഈ ദാവീദ് എല്ലാം റെഡി. എന്തുമാത്രം മനുഷ്യൻ കഷ്ടം സഹിച്ചെന്നേ. എന്നിട്ട് ഒരു സ്വസ്ഥതയായെന്ന് ചിന്തിച്ചപ്പോഴാണ് ആരെതിരായത്? സ്വന്തം മോന അബ്ശാലോം. ഒരു കാര്യം പറഞ്ഞേക്കാം, ഏതാണ്ടൊക്കെ എന്നും പറഞ്ഞ് എപ്പോഴും സ്വസ്ഥമായിരുന്നേക്കരുത്. പ്രതീക്ഷിക്കാത്തിടത്തൊന്നും പിശാചി ചില ആളുകൾ എഴുന്നേൽപ്പിക്കും. ഒന്നീ സ്വന്തം മകനെ, അല്ലെ സ്വന്തം കുടുംബക്കാരെ, ആരെങ്കിലുമൊക്കെ പിശാചിന്റെ കൈ കിട്ടും നിനക്കെതിരെ നിൽപ്പാൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എൻ്റെ ദൈവം എന്നോട് കൂടെ ഉള്ളതിനാൽ ജയം എനിക്കായിരിക്കുന്നതാണ്. ശക്തി മനുഷ്യനാലും വിജയനാലും ദൈവത്താലും ദൂതന്മാരാലും നല്ല സാക്ഷ്യം കൈക്കൊണ്ടവന്റെ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ ആശ്വസിപ്പിക്കുവാൻ വന്നവർ പറഞ്ഞത് ചങ്കിന് കൊള്ളുന്ന വാക്കുകളാണ്. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇത് വന്നതെന്നാണ്. അവസാനം യോബ് പറഞ്ഞു, നിങ്ങൾക്കായിരുന്നു ഇങ്ങനെ വന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയില്ലായിരുന്നു. അല്ലേ? പറഞ്ഞില്ലേ? എന്തിനാണ് ഈ ദൂത് എനിക്ക് ഇവിടെ പ്രസംഗിക്കുന്ന അറിഞ്ഞുകൂടാ, പക്ഷെ ആർക്കും ഈ ദൂത് ആവശ്യമുണ്ടെന്ന് ദൈവാത്മാവ് പറയും. അങ്ങനെ വേദനിച്ചിരിക്കുന്ന അയ്യോബിന്റെ അരികിൽ വന്നിട്ട് ദൈവം തമ്പുരാൻ പറഞ്ഞൊരു വാദമുണ്ട്. ചാപ്റ്റർ 37 verse 13. അതിലേക്ക് വരാൻ പോവാ. 14-ാം വാക്യം വായിച്ചേ. 14-ാം വാക്യം. ശ്രദ്ധിച്ചുകൊള്ളുക. ഒന്നുകൂടെ വായിച്ചേ. എല്ലാവരും കൈ ഒന്ന് ഉയർത്തി ശക്തിയോടെ എന്റെ മുഖത്തോട് നോക്കിയേ. കൈ ഉയർത്തി. യോബിന്റെ അരികിൽ ദൈവം വന്നു. സ്നേഹിതന്മാരെല്ലാം 10 മക്കൾ പോയി, സമ്പത്ത് പോയി, ആരോഗ്യം പോയി, ഉച്ചമുള്ളങ്കാൽ വരവിടുന്നതിനായി ഓട്ട് കഷ്ടം കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയും ഇടം തിരിവിലായി. ഒറ്റപ്പെട്ട ജീവിതത്തിന്റെ നടുവിൽ തമ്പുരാൻ വന്ന് പറഞ്ഞു, യോബേ ഇങ്ങോട്ട് നോക്കി യോബേ, ഇത് ശ്രദ്ധിച്ചുകൊള്ളുക. നീ കൂട്ടുകാർ പറയുന്ന കേൾക്കണ്ട, നീ നാട്ടുകാർ കേൾക്കേണ്ടതാ. വിണ്ടാതിരുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുക. പരിശുദ്ധാത്മാവ് പറയുന്നു, സകല പ്രതിസന്ധിയുടെയും നടുവിൽ നീ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുക. നാട്ടുകാർ പറയുന്നത് കേൾക്കരുത്, വൈദ്യശാസ്ത്രം പറഞ്ഞ് കേൾക്കരുത്, വീട്ടുകാർ പറയുന്നത് കേൾക്കരുത്. സകല പ്രതിസന്ധിയുടെയും നടുവിൽ നീ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുക. അതാണ് ക്രിസ്ത്യ ജീവിതം. യേശുവിന്റെ നാമത്തിൽ പറയണം, ഇതിന്റെ നടുവിൽ എന്റെ ദൈവം അത്ഭുതം ചെയ്യും.
ശക്തിയോടെ കരമടിച്ച് ആരാധിച്ച കുഞ്ഞെ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ സ്തുതിച്ച് ഹല്ലേലൂയ. ഇതാണ് ക്രിസ്ത്യൻ ജീവിതത്തിന്റെ പ്രത്യേകത. സകല പ്രതിസന്ധിയുടെയും നടുവിൽ ദൈവവേദൻ പറയും, എനിക്കറിഞ്ഞുള്ള ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല, അനുകൂലമായി ഞാനൊന്നും കാണുന്നില്ല, ആരും അനുകൂലമായ റിപ്പോർട്ടും എനിക്ക് തരുന്നില്ല, എല്ലാം പ്രതികൂലമാണ്. എങ്ങനെ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മിണ്ടാതിരുന്ന ഞാൻ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണും. ശക്തിയോടെ കലമടിച്ചോ, സ്വന്തം പറഞ്ഞു. ഈ രാവിലെ നിങ്ങളിവിടെ വന്നവർ പാസ്റ്റർ പറഞ്ഞു, വിസാ പ്രോബ്ലമാണോ, കേസിന്റെ പ്രശ്നമാണോ, രോഗമാണോ, പ്രതിസന്ധിയാണോ, പ്രശ്നമാണോ, യേശുവിന്റെ നാമത്തിൽ പറ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യോ. സകല പ്രതിസന്ധിയുടെയും നടുവിൽ ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുതം പ്രതീക്ഷിക്കണം. അതാണ് ക്രിസ്ത്യൻ ജീവിതം. ലോകം മുഴുവൻ നടക്കത്തില്ലെന്ന് പറയും, ഒരു സാധ്യതയും കാണുന്നില്ലെങ്കിൽ ഒരു ദൈവം ഇത് കരഞ്ഞോട് പറയും, അനുകൂലമായി ഞാനൊന്നും കാണുന്നില്ല, ഒന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ എന്റെ ദൈവം ഈ പ്രതിസന്ധിയുടെ നടുവിൽ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. അതാണ് ക്രിസ്ത്യൻ ജീവിതം. 8:21 8 ദൈവം തമ്പുരാൻ പറഞ്ഞതാ. നീ കേൾക്കേണ്ടത് വൈദ്യശാസ്ത്രം പറഞ്ഞ നാട്ടുകാർ പറയുന്നതല്ല. അവനിനിയും നിന്റെ വായിൽ ചിരിയും, നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. സ്വാതന്ത്ര്യശക്തിയോട് പറഞ്ഞേ 8:21 എന്നെ മുഖത്ത് നോക്കിയോ മുഖം കുരിച്ചിരിക്കുകയാണ്, കൈത്തണ്ടയിൽ മുഖം താഴ്ത്തിരിക്കുകയാണ്. മക്കൾ പോയി, സമ്പത്ത് പോയി, ആരോഗ്യം പോയി, ഭാര്യയും പിണങ്ങി, ചുള്ളങ്കാരവൃണങ്ങൾ വേദനപ്പെട്ടിരിക്കുകയാണ്. ശാരീരിക സേനകൾ ഒന്നിച്ചവരുടെ ചുറ്റും നിന്ന് നൃത്തം ചെയ്യുന്നുണ്ട്. പറയാ, അയ്യോവേ ഇനി നീ മുഖമുയർത്തില്ല, ഇനി നീ ചിരിക്കില്ല, ഇനി നീ സന്തോഷിക്കത്തില്ല, ഇനി നീ ആർപ്പിടില്ല. പുരാണം കൊണ്ട് ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, മോനെ അയ്യോവേ, ഇനിയും ഞാൻ നിന്റെ വായിൽ ചിരി തരും, ഇനിയും നിന്റെ വായിൽ ഞാൻ ആർപ്പ് തരും, ഇനിയും നിന്റെ വായിൽ ഞാൻ ഉല്ലാസഭാഷം തരും. ഈ രാത്രിവാകിലെ ദൈവവാസത്തോടും പ്രാർത്ഥനയോടും ഈ ഹോളിൽ വന്ന ദൈവമക്കളിച്ചിനോട് പരിശുദ്ധാത്മാ പറയുന്നു, ഇനിയും നിന്റെ തല ഉയരില്ലെന്നും, ഇനി നീ ചിരിക്കില്ലെന്നും, ഇനിയും നീ സന്തോഷിക്കില്ലെന്നും ദുഷ്ടപിശാചു പറയുന്നെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാവിലെ ഞാനോട് പറയുന്നു, ഇനിയും 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 അവൻ നിന്റെ വായിൽ ചിരിതരോ. ഇനിയും അവൻ നിന്റെ വായിൽ ഉല്ലാസഭാഷം തരും, ഇനിയും അവൻ ആത്മതരും. കരമടിച്ചാട് മക്കളെ സന്തോഷത്തോട് ശക്തിയോട് സ്വന്തം പറ, അവൻ ഇനിയും എന്റെ വായിൽ ചിരിതരോ. ഇനി ഉല്ലാസഭാഷം തരോ. ഇതാണ് ക്രിസ്തീയ പ്രത്യാശ. നീ ചിരിക്കില്ലെന്നും തല ഉയരില്ലെന്നും നീ സന്തോഷിക്കത്തില്ലെന്നും പറയുമ്പോൾ തമ്പുരാൻ പറയുന്നു, മിണ്ടാതിരുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണാം. നിന്റെ തല ഉയരില്ലെന്ന് പറഞ്ഞുണ്ടെങ്കിൽ നിന്റെ തലയെ ഞാൻ ഉയർത്തുന്നു. നീ ഒരിക്കലും ഇനി ചിരിക്കില്ലെന്ന് പറഞ്ഞെങ്കിൽ നിന്റെ വായി ഞാൻ ചിരി തരും, നിന്റെ വായി ഞാൻ ഉല്ലാസഭാഷം തരും. അല്പം നേരം കൂടെ ആരാധിച്ച് എല്ലാവരും ദൈവത്തെ സംസാരിക്കും. സംസാരിക്കുന്നുണ്ട്, ദൈവത്തെ ആരാധിച്ച്
വിശ്വസിക്കുക. ഉണ്ടാകുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുക. എല്ലാം പ്രതിസന്ധിയാണ് ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നത് പ്രതീക്ഷിച്ചാണ്. ഞാൻ കുറേ നാൾ മുമ്പ് 12 വർഷം മുമ്പ് ഈ തോന്നുന്ന അവിടെ ചർച്ചിലുണ്ടായിരുന്ന ഇവിടെ ഉണ്ട് 2-3 മീറ്റിംഗ് കണ്ടു. ഞാൻ അമേരിക്കയിൽ നിന്ന് ഈ വഴി പോയി. അപ്പോൾ ഒരു 4 ദിവസം ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്ന് വരുന്ന വഴിയാണ് അവിടുത്തെ കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അന്ന് വെള്ളിയാഴ്ചയല്ല, ഇതുപോലെ ഞായറാഴ്ചയല്ല സഭായം, വെള്ളിയാഴ്ചയാണ്. 7 മീറ്റിംഗ് എനിക്ക് പ്രസംഗിക്കുന്നത്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം വരെ ഒരു വെള്ളിയാഴ്ച. പിറ്റേ രാവിലെ എനിക്ക് ഫ്ലൈറ്റിന് പോകണം, ഗോവ നാട്ടിലുണ്ട്. അപ്പോൾ ഞാനൊരു ചർച്ചിലോട്ട് കയറി ചെന്നു. അതുപോലെ ഒന്നും പറഞ്ഞില്ല, അവിടെ എന്തായാലും നാൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചർച്ചിലോട്ട് കയറി ചെന്നു. അന്ന് കർത്താവ് ഈ ദൂതാണ് എനിക്ക് തന്നത്. എന്തോ പെട്ടെന്ന് കർത്താവിനോട് പറഞ്ഞു, മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുക. പറഞ്ഞാട്ട് മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ ആരോടൊക്കെ കർത്താവ് പറയുക. പരിഹസിക്കുന്നവൻ പരിഹസിച്ചോട്ട്, ആക്ഷേപിക്കുന്നവൻ ആക്ഷേപിച്ചോട്ട്, വേദനിപ്പിക്കുന്നവൻ വേദനിപ്പിച്ചോട്ട്, കുത്തുന്നവൻ കുത്തിക്കോട്ട്, നീ മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുക. ഞാൻ ആ ബൂത് പ്രസംഗിച്ചിട്ട് എനിക്ക് ലാസ്റ്റ് വരെ അവിടെ ഇരിക്കാൻ കഴിയില്ല. അടുത്ത സ്ഥലത്തേക്ക് കാറ് കൊണ്ട് അവിടെ റെഡിയാക്കി നിൽക്കുകയാണ്. അസുഖം പറയുമ്പോൾ ഞാൻ പോയി. പക്ഷേ ഈ മെസ്സേജ് പറയുമ്പോൾ ചിലർക്ക് ഇന്ന് കരയുന്ന ഞാൻ കണ്ടു. ഞാനങ്ങ് പോയി. ചില മാസങ്ങൾക്ക് ശേഷം ഇമെയിൽ, അന്ന് മിക്കവാറും ഫോർമുലയല്ല, ഇമെയിലാണ്. ഒരു ഇമെയിൽ എനിക്ക് ലഭിച്ചു. പാസ്റ്റർ അങ്ങ് ഇത്രാം തീയതി ഞങ്ങളുടെ ഹോളിൽ വന്നപ്പോൾ മിണ്ടാതെ ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ പറഞ്ഞു. ഞാൻ അത്ഭുതം കണ്ടു. ഒരു ഇമെയിൽ അത്ഭുതം കണ്ടു. എന്തിനാണെന്നറിയാമോ? കല്യാണം കഴിഞ്ഞ് 8-9 മാസമായാലും പെൺകൊച്ച് ഇവിടെ വന്നതാണ്. അവളുടെ ഭർത്താവിനോടൊപ്പം താമസിക്കാം. പക്ഷേ പെട്ടെന്ന് ഇതൊക്കെ അസുഖം ഉണ്ടായി, തല വെട്ടിപ്പൊളക്കുന്ന വേദനയൊക്കെ ഉണ്ടായി. ഇവിടെ എല്ലാം നോക്കിയപ്പോൾ ഡോക്ടേഴ്സ് എത്തി അവളുടെ തലച്ചോറിനുള്ളിൽ കുരുക്കൾ, തലയോട്ടി ഇളക്കി ഓപ്പറേഷൻ ചെയ്യണം. ഒരു വാക്ക് പോലും വ്യാജമല്ലത്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തിങ്കളാഴ്ച തന്നെ ഇളക്കണം. ഇത് വെള്ളിയാഴ്ചയാണ്. തലയോട്ടി ഇളക്കണം. 10-26 വയസ്സ് പ്രായമുള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ. പ്രാർത്ഥനാ വിഷയമൊന്നും എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനെ അറിയാം. മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുക. 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് 3 മാസം കഴിഞ്ഞ് വന്ന ഇമെയിലാണ്. പാസ്റ്റർ അങ്ങ് ഞങ്ങൾ ചർച്ചയിൽ വന്നപ്പോൾ മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ പറഞ്ഞു. സഭ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങളൊരു അത്ഭുതം കണ്ടു. തിങ്കളാഴ്ച വീണ്ടും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മുമ്പ് ഒന്നുകൂടെ സ്കാൻ ചെയ്യാൻ കൊണ്ട് കയറ്റിയപ്പോൾ അവിടെ വെളിപ്പെട്ടു ആ മുഴകൾ മുഴുവൻ അപ്പുറത്തിച്ച്. സ്തോത്രം പറയാൻ കഴിയാമോ? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. മിണ്ടാതിരുന്ന് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുക. കരങ്ങളടിച്ച് ശക്തിയോട് സ്തോത്രം പറ. നാം സേവിക്കുന്ന ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്നേ. അത്ഭുതങ്ങളുടെ ദൈവത്തെയാണ് സേവിക്കുന്നത്. ഈ കർത്താവിനെ വിശ്വസിച്ചാൽ ബാക്കി തമ്പരായിട്ടുള്ളൂ. എൻ്റെ ചർച്ചിൽ 70% ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ ദൈവത്തെ സേവിക്കാൻ വന്നവരാണ്. കായംകുളം ഫെയ്ത്ത് സെൻ്ററിൽ ചർച്ച കൊണ്ടെനിക്ക് അവിടെയൊക്കെ വിട്ടിട്ടേ ഓടുന്നത്. അവിടെ ഒരു പയ്യൻ മാതാ അമൃതാനന്ദമയ്യയുടെ ശിഷ്യനായിരുന്നു. അവന് ബിടെക് ഹൈ ലെവൽ പാസ്സായിട്ട് ഗവൺമെൻറ് സ്പോൺസർഷിപ്പിൽ കാനഡയിൽ എംടെക്കിന് പോയി. അവിടെ വെച്ച് സൊറിയാസിസ് എന്ന അസുഖം പിടി. സൊറിയാസിസ് എന്ന് പറഞ്ഞാൽ പാട്ടല്ല, ആനയുടെ ദേഹം പോലെ കുരുകുര. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും. കുരു അവർ ഹോമവും മന്ത്രവും. ഇവിടെ അടുത്ത ദിവസം എൻ്റെ സഭയിലെ വിശ്വാസികളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു സഭ നടന്നൊരു പാസ്റ്ററുണ്ട്, ജേക്കബ്. അദ്ദേഹമാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹോമവും മന്ത്രവും എല്ലാം ചെയ്തു. അവസാനം ആരോ പറഞ്ഞു പെന്തക്കോസിൽ പോയി നോക്കാൻ. വരുന്ന കണ്ട അതിസുന്ദരനായവൻ എല്ലും തോലുമായി. ഒരു ഷർട്ട് ഇടാനൊക്കില്ല, ചൊറിഞ്ഞു പൊട്ടി അളിയുക. വേലക്കാരെല്ലാം പോയി. പേര് ഞാൻ പറയത്തില്ല. അവരോട്ട് വന്നു. അവർ ഹൈന്ദവ കുടുംബം മുഴുവൻ കൊണ്ടിരുത്തി. നമ്മൾ വേണെ പേടിച്ചു പോകും. സ്വതന്ത്രം. ഞാൻ പറഞ്ഞു യേശു അവിടുത്തെ തരണ്ട, ഇവിടെയുള്ള ആരുമല്ല. വിടുവിച്ചാരും വിടുവിച്ചില്ലെങ്കിൽ യേശുവിനെ സ്നേഹിക്കാവോ? യേശുവിന് വേണ്ടി നിൽക്കുമെന്ന് തീരുമാനിക്കാവോ? ഹല്ലേലൂയ. മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുക. ഞാൻ പറഞ്ഞു മെഡിസിൻ പ്രാർത്ഥിച്ച് ഞങ്ങൾ എണ്ണ തരാൻ പോവാ. അതങ്ങനെ ഇനി തോന്നി അങ്ങനെ ചെയ്യാൻ മനസ്സിൽ തൊട്ടിട്ട് നോക്കാൻ പറഞ്ഞു. എല്ലാം കഴിഞ്ഞു. ആ കാനഡായി ചികിത്സയിൽ തന്നെ പിന്നല്ലയോ നാട്ടിൽ. നിങ്ങൾക്കറിയാമോ, അവൻ്റെ കല്യാണം ഞാൻ നടത്തി. സുന്ദരൻ. അവൻ്റെ ഭാര്യ കോളേജ് പ്രൊഫസറാണ്, ഇപ്പോൾ ഡോക്ടറേറ്റ് എടുത്ത് ഡോക്ടറാണ്. അവൻ്റെ കുഞ്ഞിൻ്റെ പ്രതിഷ്ഠ ഞാൻ നടത്തി.
മനസ്സിലായോ? മിണ്ടാതിന് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണാം. നീ സേവിക്കുന്ന ആരെയാ? നീ സേവിക്കുന്ന ആരെയാ? അത്ഭുതങ്ങളുടെ ദൈവത്തെയാണ്. ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ദൈവം ഉയർത്തി ദൈവത്തെ ബോധപ്പെടുത്തിയ ഞാൻ ഇന്നലെ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറേ നാളിന് മുമ്പ് നിങ്ങൾ കണ്ടു കാണും, ഒരു കല്യാണം നടത്തി. കല്യാണം ഒത്തിരി നടത്തുന്നുണ്ട്. അത് കോവിഡ് കാലമായിരുന്നു. അപ്പോൾ ഈ കോവിഡ് കാലത്തെ ഈ കല്യാണം മെസ്സേജ് അങ്ങോട്ട് കഴിഞ്ഞിട്ടൊരു പാട്ടുണ്ട്. സാംസന നമ്മുടെ കൊച്ചങ്ങനും പാട്ട് പാടി. അത് ഒരു കോവിഡ് കാലം ഒരു ഹോട്ടലിൻ്റെ ഇതുപോലുള്ള ഇത്ര ഇച്ചിരി കാണും, അത്രയോളം ഓളേ ഉള്ളൂ. പക്ഷെ ആ പാട്ടൊന്ന് ഭയങ്കര ദൈവശക്തിയായി. മണവാട്ടി എഴുന്നേറ്റ് ആരാധിക്കാൻ തുടങ്ങി. ആ വീഡിയോ കണ്ടോ നിങ്ങൾ? മണവാട്ടി എഴുന്നേറ്റ് അന്യഭാഷ കൈയടിച്ച് ദൈവത്തെ അങ്ങ് സ്തുതിക്കാൻ തുടങ്ങി. 18 ലക്ഷമോ 28 ലക്ഷമോ ആളുകൾ അത് കണ്ടു. ഇങ്ങനെയൊക്കെയുള്ളത് കാണുമല്ലോ. പക്ഷെ അതിൻ്റെ അടിയിൽ വന്ന് കുളിക്കുന്നതെല്ലാം ഗുണപ്പെടാത്ത പെന്തക്കോസ്തല ഉപദേശിമാരും വിശ്വാസിയുമാണ്. എനിക്ക് കണ്ടില്ല. പെണ്ണുകുട്ടി തുള്ളാവോ, മണവാട്ടി ആരാധിക്കാവോ? ഞാൻ ചൂടാവോ, ഞാൻ എന്നാടോ ചെയ്യണ്ടേ? ഇരിയടി അവിടെ നിന്ന് പറയണം. ഇത് എൻ്റെ ഇരിക്കുന്ന സാധനമല്ല പരിശുദ്ധാത്മാവ്. ഭീമോനച്ചൻ്റെ പോക്കിലിരിക്കുന്നതല്ല. കാറ്റിഷ്ടമുള്ളിടത്തൂതും. കാറ്റിഷ്ടമുള്ളപ്പോ ഊതുവന്നേ. അത് എൻ്റെയിലുള്ള സാധനമല്ല. പെന്തക്കോസ്തിലേക്ക് ആള് വന്നത് പരിഹാസിക്കാൻ വന്നവർ, അല്ലെ? കൈയടിക്കാൻ വന്നവർ, പരിഹസിക്കാൻ വന്നവർ, ആക്ഷേപിക്കാൻ വന്നവർ ഇത് കയറി പിടിച്ചു. സ്നാനം പരസ്യമായി നടത്തി. പശുവിനെ കുളിപ്പിക്കുന്നിടത്ത്, കാളയെ കുളിപ്പിക്കുന്നിടത്ത്, പോത്തിനെ കുളിപ്പിക്കുന്നിടത്ത് അഭിഷക്തന്മാരുടെ സ്നാനം നടത്തിയപ്പോൾ അപ്പുറത്ത് അവര് പട്ടിയെ മുക്കി. അവനെല്ലാം തമ്പുരാൻ കയറി പിടിച്ചു. ഇപ്പൊ പിന്നെ നമ്മുടെ ഞാൻ ആരും കാണത്തില്ല. സ്നാനത്തൊട്ടിയില്ലേ, വരുന്ന തന്നെ കട്ടുമുങ്ങാന് സ്വതന്ത്രം പോയ പോകെ അന്നങ്ങോട്ട് പോവല്ലേ ജാഥയായിട്ട്. ഇവിടെ ഈ മാർഗം പരിഹാസത്തിലൂടെ വളർന്ന മാർഗമാണ്, അപമാനത്തിലൂടെ വളർന്ന മാർഗമാണ്. ക്രിസ്തുവിന് വേണ്ടി നിന്ന സഹിക്കുന്നത് വലിയ ധനമാണ്. കൈ ഉയർത്തി ശക്തിയോടെ ഇപ്പൊ പരിശുദ്ധാത്മാവ് ഒരു കൊച്ചു ആത്മാവിൽ ആരാധിച്ചനെ എന്താ അങ്ങനെ ചാടിയെ, എന്താ തുള്ളിയെ, മണവാട്ടി മിണ്ടാതിരിക്കേണ്ട ഇട, അതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. നിന്റെ കല്യാണത്തിൽ എന്തായാലും നടന്നില്ലല്ലോ, നടക്കാനും പോകുന്നുമില്ല. ചില കല്യാണത്തിനൊക്കെ ചില നടക്കും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ കണ്ടില്ലേ? കഴിഞ്ഞ ഒരു കല്യാണം 5 മില്യൺ വിദേശം നടത്തിയാൽ കേൾക്കുമോ? 5 മില്യൺ. ആരാ എടുത്തിട്ട്? യാക്കോബുകാരനോ കത്തോലിക്കനോ? കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? കണ്ണിലെ കാണി. പെന്തക്കോസ്ത് കല്യാണം ഇങ്ങനുണ്ടോ? അവനിട്ടും 50 ലക്ഷം ആളുകൾ വിതിൻ 2 വീക്സ് സുവിശേഷം പ്രസംഗിച്ചാൽ കേട്ടു പോകും. തിരുവനന്തപുരത്ത് ഒരു കല്യാണം നടത്തി 38 ലക്ഷം ആളുകൾ കണ്ടു. കട്ടീസ്. അപ്പം എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് വേറെയൊക്കെ ലെവലിൽ ഇടപെടും. വിശേഷ യോഗത്തിൽ വരാത്തവനെ ദൈവം എവിടെ കൊണ്ടിരുത്തി വചനം കേൾപ്പിക്കും. മനസ്സിലായോ? ദൈവത്തിന്റെ പ്രവൃത്തിയെ നീ വരവരച്ച് നിർത്തരുത്. നമ്മളിങ്ങനെ ഇരിക്കുക 12 അതിനോടുള്ള വല്ല ചെയ്യാൻ ചെയ്തിട്ട് പോകണം. അത് കഴിഞ്ഞാൽ ഞങ്ങളെയും കൂടെ കിട്ടത്തില്ല. ഇവിടെ പിന്നെ ദൈവകൃപയാ 12 എഴുന്നേറ്റ് ഇറങ്ങി കൊടുക്കണം. കേരളത്തിൽ ഇറങ്ങി കൊടുക്കണ്ടാലോ. എന്നാലും മൂപ്പന്മാർ നോക്കിയിരിക്കുക 12:30 ആയോ എന്ന്. നിന്റെ ഓളല്ലയോ 10 മിനിറ്റ്. അതൊന്നും വേണ്ട, 12:30 വല്ലതൊക്കെ ചെയ്യാമെങ്കിൽ പരിശുദ്ധന്മാ ചെയ്തിട്ട് പോകണം. അതിനുശേഷം ഞങ്ങളാരും വിടങ്ങും. നാട്ടിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ ഒന്ന് പറയണമേ. ഇതാക്കന്മാരെല്ലാം ടൈമിൽ നോക്കിയിരുന്ന ആരാച്ചൊരുന്നുമല്ല. നമുക്കിവിടെ സമയം പരിമിതിയൊക്കെ ഉണ്ട്, ഡ്യൂട്ടിക്ക് പോകാനൊക്കെ പോട്ടെ. അതില്ലാത്തിടത്ത് ഇരുന്നാലല്ല 10 മിനിറ്റ്. മെഡിക്കലൊരിക്കൽ ഞാൻ പ്രസംഗിച്ചു, അതൊക്കെ സ്വന്തം ഓളാ. 10 മണിയായി 10:30 ചെറുപ്പക്കാരങ്ങോട്ട് മുമ്പോട്ട് വന്നിട്ട് ആരാധന ഞങ്ങൾ തുടങ്ങി. അവർ നിങ്ങൾക്ക് പോണേപ്പാ, ഞങ്ങൾ പോകുന്നില്ല. പിള്ളേർ ഇവിടെ നിൽക്കും പോയില്ല. പെരുമ്പാവൂർ ഡിസ്ട്രിക്ട് കൺവെൻഷൻ 9:30, അതൊക്കെ വീഡിയോ കിടപ്പുണ്ട്, നോക്കിയോ. 9:30 തീരേണ്ടതാ. അതിനും പ്രസംഗിച്ച ശേഷം ആരാധന ആരംഭിച്ചു. 11 ഒരെണ്ണം ചലിച്ചില്ല. പിള്ളേർ വന്നു മുമ്പോട്ട്. അവർ മുമ്പിൽ നിന്ന് ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. ഒരു വണ്ടി മൂവായില്ല. അവിടെ കിടപ്പുണ്ട്, അല്ലേ? പാസ് കിട്ടൂടെ നോക്കൂ. പിതാക്കന്മാർ പറഞ്ഞു, പണ്ടത്തെ കാലം ദൈവം മടക്കില്ല. ഒന്ന് കൈയടിച്ച ശക്തിയോടെ സ്തോത്രം പറഞ്ഞ മക്കളെ.
ഇന്നത്തെ കാലം മടക്കി തരട്ടെ, മടക്കി തരട്ടെ, മടക്കി തരട്ടെ, മടക്കി തരട്ടെ, മടക്കി തരട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തിനായ പ്രശ്നങ്ങൾ അനുവദിക്കുന്നു, പ്രതിസന്ധികൾ അനുവദിക്കുന്നു, കഷ്ടത അനുവദിക്കുന്നു. കർത്താവ് സ്നേഹിച്ച ഭവനത്തിൽ എന്തുകൊണ്ട് രോഗം, എന്തുകൊണ്ട് മരണം, എന്തുകൊണ്ട് ദുഃഖം? വായിക്കാം, അതിന്റെ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. യോബിന്റെ പുസ്തകം ഇപ്പോൾ വായിച്ച 37:13. ഇപ്പോൾ നമ്മൾ 14 വായിച്ചത്. 13 വായിച്ച്. ശിക്ഷയ്ക്കായിട്ടോ, ദേശത്തിന് നന്മയ്ക്കായിട്ടോ, ദയക്കായിട്ടോ. ഒന്നുകൂടെ വായിച്ചോ. ശിക്ഷയ്ക്കായിട്ടോ, ദേശത്തിന് നന്മയ്ക്കായിട്ടോ, ദയക്കായിട്ടോ. എന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ അർത്ഥം, എന്തിന് ദൈവം കഷ്ടത അനുവദിക്കുന്നു, എന്തിന് പ്രശ്നം അനുവദിക്കുന്നു, എന്തിന് പ്രതിസന്ധി അനുവദിക്കുന്നു? 3 കാര്യങ്ങൾ. 1, ശിക്ഷയ്ക്കായിട്ടോ. 2, ദയക്കായിട്ടോ. 3, ദേശ നന്മയ്ക്കായിട്ടോ. കുറിച്ചെടുത്തോണം. ശിക്ഷയ്ക്കായിട്ടോ, ദയക്കായിട്ടോ, ദേശത്തിന്റെ നന്മയ്ക്കായോ. ഇംഗ്ലീഷിൽ ആരെങ്കിലും ഒന്ന് വായിക്കാവോ? ഇംഗ്ലീഷ് ബൈബിള് ആരെങ്കിലും ഉണ്ടോ മക്കളെ? ഒന്ന് വായിച്ചേ ഇംഗ്ലീഷ് ബൈബിൾ. അതാണ് കറക്റ്റ്. താങ്ക് യു. അതാണ് കറക്റ്റ് വേണ്ടത്. ശിക്ഷ എന്നാണ് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ മനസ്സിലായോ? ജീവിതത്തിലെ പ്രതിസന്ധി നിന്നെ കറക്റ്റ് ചെയ്യാനാ. കറക്റ്റ് ചെയ്യാൻ അല്ല, കറക്റ്റ് വേണം. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ കർത്താവേ ഞാനിവിടെ തെറ്റിപ്പോയെന്ന് ദൈവത്തോട് ചോദിക്കണം. ഞാനിവിടെ മടങ്ങി വേണോ എന്ന് ചോദിക്കണം. എല്ലാ പ്രതിസന്ധിയിലും ദൈവസഭ ഞരങ്ങണം. എവിടെ തെറ്റി? ഞാനെവിടെയാണ് മടങ്ങി വരേണ്ടത്? ദൈവത്തോട് ചോദിക്കുമോ? രമ്യാവിന്റെ പ്രവചനം, രമ്യാവ് 6:8. രമ്യാവ് വായിച്ച 8:6. ജെറമ്യാ chapter 8:6. ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു, അവർ നേരെ സംസാരിച്ചില്ല. അയ്യോ ഞാനിത് ചെയ്തു പോയി എന്ന് പറഞ്ഞ്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അയ്യോ ഞാൻ ചെയ്തു പോയി, ഞാൻ തെറ്റിപ്പോയി. ഞാൻ ഈ കോവിഡ് കാലത്ത് ഈ വചനം അമ്മ എനിക്ക് കർത്താവ് തന്നെ. ഞാൻ എന്റെ കുറവായി ഇത് സംഭവിച്ചത്. ആരാധനാലയങ്ങളെല്ലാം അടയപ്പെട്ടു. അന്ന് നമ്മൾ ദൈവത്തോട് നിലവിളിച്ചോ, കരഞ്ഞോ, മടങ്ങി വന്നോ? ഞാൻ തെറ്റിപ്പോയി കർത്താവേ. എന്തിനാണ് ജീവിതത്തിലെ പ്രതിസന്ധി? മടങ്ങി വരാനാ? യഥാസ്ഥാനപ്പെടാനാ? കറക്റ്റ് ചെയ്യാനാ? നിന്നെ തിരിച്ചു വരാനാ? ലേഖനം 12 വാക്യങ്ങൾ. Hebrew chapter 12:5 വായിച്ചാട്ട്. 12:5 മുതൽ വായിച്ചാട്ട്. ലേഖനം 12:5. കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, തല്ലുന്നു. പിന്നെ അടുത്തത് അടുത്തത് അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ. പിന്നെ അടുത്തത് പാലിക്കുന്ന എങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലികന്മാരത്രേ. അടുത്ത വാക്യം. നമ്മുടെ ജനസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വഴങ്ങിപ്പോകുമല്ലോ. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അടുത്തത് അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്, നമ്മുടെ ഗുണത്തിനായി. കൈയുയർത്തി പറ, നമ്മുടെ ഗുണത്തിനായി. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ല
നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ. നിന്നെ തകർക്കുവാനോ നിന്നെ മുറിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പാടിയാൽ അതൊക്കെ. അപ്പം അവിടെ എഴുതിയിരിക്കുന്ന എല്ലാവരും കൂടാതെയുള്ള ബാലസിച്ച് കൂടാതിരിക്കുന്ന നിങ്ങൾ മക്കളല്ല കവറുടയന്മാരത്രേ. അപ്പൻ ശിക്ഷിക്കാത്ത മകനോടെയുള്ള അവിടെ കാറ്റാക്രിമ പ്രസ്യൂമ എന്ന 2 പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശിക്ഷ എന്നതിനാണ്. അപ്പനടിക്കുന്ന അടി, അധ്യാപകനടിക്കുന്ന അടി. കാറ്റാക്രിമ പ്രസ്യൂമ 2 പദങ്ങളുണ്ട്. ശിക്ഷയ്ക്കാണ് പ്രസ്യൂമ. ഇത് അടിക്കുന്നത് ഗുണപ്പെടാൻ. അപ്പനടിക്കുക. അപ്പൻ ശിക്ഷിക്കാതെ മകൻ എവിടെ ഉള്ളൂ? അധ്യാപകരുടെ അടി കൊണ്ട് വളർന്നു വരുന്ന കൈമുക്കുകയും അത്രയും നേരം ഉണ്ടല്ലോ. താങ്ക് യു. ഇപ്പം അടിക്കാനോ പോകും പിള്ളേരെ. ഞാൻ ആദ്യമായി അമേരിക്കയിൽ പോയിട്ട് നാട്ടിൽ വന്ന് പ്രസംഗിച്ചെന്ന് പറഞ്ഞു അമേരിക്കയിലൊന്നും അടിക്കാനൊക്കത്തില്ല പിള്ളേരെ, പിച്ചാനൊക്കത്തില്ല, 9/11 വിളിക്കുമെന്ന് പറഞ്ഞു പോലീസിനെ. അപ്പോൾ ഒരു കൊച്ചൻ കുറയുന്നു. എൻ്റെ ദൈവമേ ഇവിടെ അങ്ങനെ ആയിരുന്നു, ഇത്ര നല്ലതായിരുന്നു. അടിച്ചതിൻ്റെ ഗുണമേ ഉള്ളെന്നേ. അടി കൊണ്ടതിൻ്റെ ഗുണമാണ്. അപ്പൻ്റെ അടി കൊണ്ട് എൻ്റെ ഗുണമായി കാണുന്നത്. അപ്പൻ ശിക്ഷിക്കാതെ എവിടെ ഉള്ളൂ? എല്ലാവരും കൂടാതുള്ള ബാലശിക്ഷ കഴിക്കുന്നില്ലെങ്കിൽ മക്കളല്ല കവളുടയന്മാരൊക്കെ. അതാണ് അയോഗ്യമായി അപ്പം ഭക്ഷിക്കുകയോ പാനം ചെയ്യുന്നവൻ കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് ഇത് ഹേതുവായി നിങ്ങളിൽ പലരും രോഗികളുമാവും, നിദ്ര കൊള്ളാൻ സാധ്യത, മരണമോ. അത് ശിക്ഷയാണ്. അത് ക്രമപ്പെടുത്താൻ ദൈവം തരുന്ന കാറ്റാക്രമ. അല്ല അതിനെ മുടിക്കുകയൊന്നുമല്ല, അതിനെ അങ്ങത്തിക്കാൻ വേണ്ടിയാണ്. ചിലരൊക്കെ പറയുന്ന ആണ്ടാവും വന്ന് കർത്തൃമേശ എടുക്കുന്ന എല്ലാ തോന്നിവാസം പോകുന്ന ഒരു കുഴപ്പവും അവനില്ലല്ലോ എന്ന്. അതിൻ്റെ അർത്ഥം പണ്ടേ അവൻ തട്ടിപ്പോയെന്നാ. പണ്ടേ തട്ടിപ്പോയി. ഇത് വഴങ്ങിയിട്ട് പണ്ടൊരു ദൈവദാസൻ പറഞ്ഞ എലി ഉമ്മനപ്പച്ചനാന്ന് തോന്നി. എലി വന്ന് എലി പക്ഷെ അടിച്ചിട്ട് പോകുന്ന പോലെ ഉണ്ട്. നീ ദൈവകൃപയിലാണോ? അടി കിട്ടും. ദൈവകൃപയിലാണോ? കണപ്പെടുത്തും. ഇല്ല, എൻ്റെ അർത്ഥം നീ എല്ലാം ചെയ്യുന്നു, എന്നെ ദൈവം തമ്പുരാൻ തൊടുന്നില്ലെന്നൊക്കെ തട്ടിപ്പോയഞ്ഞേക്കാ നിന്നെ. ദൈവകൃപയിലാണോ? അധികം ഫലം കായ്ക്കുന്ന ചെത്തും അതപ്പടെ ഗുണത്തിലോ. ഒന്നേ ക്രമപ്പെടുത്താൻ. ഉറക്കെ ഒന്നിച്ചു പറഞ്ഞേ, കറക്ഷൻ. എന്നെ കറക്റ്റ് ചെയ്യാനും, ജോലി പോയാലും, രോഗം വന്നാലും, കടഭാരം വന്നാലും, കാറ്റടിച്ചാലും മുട്ടിമേ നിൽക്കണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണം. നീ അന്ന് നോക്കണ്ട, നീ കരയണം. എവിടെയാ പറയേ, നിന്നിൽ ഞാൻ മറയുന്നു. തുറന്ന് നിന്റെ ചങ്കലെ ചുമിയോടെ അന്വേഷിക്കുകയാണ്. സ്ഥാനപ്പെട്ടോണം. അതാ അങ്ങെത്താനുള്ള മാർഗമായി പറയുന്നത്. രണ്ടാമത് എന്താ പറഞ്ഞേ? ശിക്ഷയ്ക്കായിട്ടോ ദേശ നന്മയ്ക്കായിട്ടോ ദയക്കായി. ഒരുമിച്ച് പറ, ദയക്കായി. ഒരുമിച്ച് പറ, കൃപയ്ക്കായി. പറഞ്ഞാട്ട് മോർ ഗ്രേസ്. പറഞ്ഞേ, മോർ പവർ. കൂടുതൽ ശക്തി. ഉറക്കം പറ, ഉറക്കം പറഞ്ഞാട്ട് കൂടുതൽ ശക്തി, കൂടുതൽ കൃപ. കൈയടിച്ച ശക്തിയോടെ സ്വതന്ത്രം പറഞ്ഞ് പറ, കൂടുതൽ കൃപ, കൂടുതൽ കൃപ, കൂടുതൽ ശക്തി. എന്തിനാ ജീവിതത്തിലെ പ്രതിസന്ധി? കൂടുതൽ കൃപ. പറഞ്ഞേ, കൂടുതൽ ശക്തി,
84 സങ്കീർത്തനം അറിയാം നമുക്ക്, ഒന്ന് വായിച്ച് 84 സങ്കീർത്തനം 5-ാം വാക്യം. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. പിന്നെ കണ്ണുനീർ താഴിലൂടെ കടക്കുമ്പോൾ അവരതിനെ. അടുത്ത വാക്യം ഉണ്മയാൽ. അടുത്ത വാക്യം. ഓ, കയ്യുയർത്തി പറ കുഞ്ഞെ, ദൈവകൃപക്കളെ പറ, കയ്യുയർത്തി പറ. അവർ മേൽക്കുമേൽ പറഞ്ഞാൽ അവർ മേൽക്കുമേൽ. ഓ, അവർ മേൽക്കുമേൽ. കൈകളെ വെച്ച് പറ, ആരാധിക്കുന്നവരാ, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. കൂടുതൽ കൃപ, കൂടുതൽ ശക്തി. നിന്റെ പ്രതിസന്ധി നിനക്ക് കൂടുതൽ കൃപ തരാനാ, കൂടുതൽ ശക്തി തരാനാ, കൃപയിൽ അകലാനല്ല. ഈ രോഗശാന്തിക്ക് വേണ്ടിയൊക്കെ നിൽക്കുന്ന ദൈവമക്കൾ വളരെ അപൂർവമായി ഇന്ന് നമ്മുടെ മധ്യമുണ്ട്. വളരെ അപൂർവമാണ്. ഒരു കാലത്തുണ്ടായിരുന്നു. എന്തു വന്നാലും, പാമ്പ് കടിച്ചാലും പൊട്ടപ്പട്ടി കടിച്ചാലും പ്രാർത്ഥിച്ചവരുണ്ട് നമ്മുടെ ഇടയിൽ. പ്രാർത്ഥിച്ചു കൂടുതൽ കിട്ടിയവരുണ്ട്. ചില നിത്യത്തിൽ പോയ ദൈവത്തിൻ്റെ പദ്ധതിയാണ് അത്. അവരുടെ തീരുമാനം അസുഖം വരുമ്പം മെഡിക്കൽ വലിച്ചുകൊണ്ട് പോവല്ല. മരിച്ചാലും ജീവിച്ചാലും കർത്താവിന് വേണ്ടി. അവർ തങ്ങളുടെ മരണം കൊണ്ട് ദൈവത്തെ ഈ TPM-ലെ അവരെ സംബന്ധിച്ച് ആ കാര്യത്തിൽ മരിച്ചാലും ശരി ജീവിച്ചാലും ശരി. അപ്പോൾ ഈ ചില അന്നത്തെ എൻ്റെ കുഞ്ഞിലെ വന്ന് ഞാൻ കണ്ട കാര്യം, അവർ രോഗശാന്തിക്ക് നിൽക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട്. ഒന്നും മരുന്നൊന്നും അവർ കഴിക്കില്ല. അവർ പോയെന്ന് ചിന്തിക്കും. പ്രാർത്ഥിക്കാൻ പറയും, പ്രാർത്ഥിക്കും. എല്ലും തോലുമായി മുട്ടുമെല്ലാം എല്ലും തോന്നി ശരീരം എല്ലാം ചോദിച്ച് ചിലപ്പോൾ മുഴകളൊക്കെ ഇങ്ങനെ വന്ന് തീർന്നെന്ന് ചിന്തിക്കും. പക്ഷെ ഒരു ദിവസം ദൈവം എഴുന്നേൽപ്പിക്കും. ഞാൻ എണ്ണി പറയാനുള്ളത് എനിക്കറിയാം. ദൈവം അവരെ എഴുന്നേൽപ്പിക്കും. അവക്കാരെല്ലാം മികച്ചു തീർന്നെന്ന്, പക്ഷെ ദൈവം അവരെ എഴുന്നേൽപ്പിക്കും. അവർ സഭായോഗത്തിനൊരു വരമുണ്ട്. അവരിങ്ങോട്ട് വന്നിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ സഭ കിട്ടും. ഒരു സ്തോത്രം പറഞ്ഞാൽ സഭ ചലിക്കും. ഒരു പാട്ട് പാടിയാൽ അന്ന് തീ കത്തും. ശക്തിയോടെ കരമടിച്ച് സ്തോത്രം പറ. കാരണം അവർ മേൽക്കുമേൽ ബലം. എന്നെ തകർക്കാനല്ല വേദന, എന്നെ മുടിക്കാനല്ല ശോധന. 2021 നിങ്ങൾ അറിയുന്ന പോലെ ജനുവരി മാസം 24-ാം തീയതി കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. ഈ ഇത്രയുള്ള അന്നും ഇന്നും എനിക്കൊരു സിംറ്റവും ഇല്ലായിരുന്നു. അതിന് തലേ ദിവസം വരെ 6-7 മീറ്റിംഗ് ഇതുപോലെ. കോവിഡ് കാലഘട്ടം. അതിന് 5 വർഷം, അതിന് മുമ്പ് 5 വർഷമായി കൈ തൊട്ടാൽ അതിവേദനയാണ്. റോഷൻ ഷോൾഡർ എന്നൊക്കെ പറഞ്ഞ് ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റ് നോക്കിയൊരു ഫലമില്ല. ആദ്യം വലത് കരമായിരുന്നു, പിന്നെ ഇടത് കരം. പക്ഷെ ഒരു യോഗവും മുടക്കിയിട്ടില്ല. എൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ തൊട്ടാൽ ഷോക്ക് ഏൽക്കുന്ന പോലെയായിരുന്നു. യോഗത്തിനൊക്കെ ഇങ്ങനെ ആൾക്കൂട്ടത്തിന് നടുവിലൂടെ കൺവെൻഷനിലൂടെ കയറുമ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അച്ചായൻ്റെ കൈ ഒരട്ടിയിടി ഞാൻ പൊളഞ്ഞു പോവും. പ്രസംഗിക്കാതിരിക്കാൻ നോക്കില്ല. അങ്ങനെ പലതവണ കൊടൈക്കനാലിൽ പോയത് ഓർക്കുന്നു. ഹോട്ട് വാട്ടർ ബാഗ് വഴിയിലെല്ലാം ഹോട്ടലുകളിൽ നിന്ന് തട്ടുകടയിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് വെച്ച് ചൂട് പിടിപ്പിച്ചുകൊണ്ട് പോവാ തണുപ്പത്ത്. അവിടെ ചെന്ന് രാത്രി ഒരുപോലെ ഉറങ്ങാൻ കഴിയില്ല, വേദന. പിറ്റേ ദിവസവും പ്രസംഗം. ഒറ്റ യോഗം മുടക്കിയിട്ടില്ല. ഭോപ്പാലിൽ പ്രസംഗിക്കാൻ പോയി അതിശൈത്യം. അവിടെയും പ്രസംഗിച്ചു. ഒറ്റ രാത്രി ഉറങ്ങാതെ 3 ദിവസവും. പക്ഷേ ഹാർട്ട് അറ്റാക്ക് വന്നതോടുകൂടി ഈ വേദന മാറി. ഇടി വെട്ടിയപ്പം ഭ്രാന്ത് പോയെന്ന് പറഞ്ഞ പോലെ പോയി. എന്താന്നൊക്കെ നിങ്ങൾ പറ. അപ്പം ഈ ആളുകളെല്ലാം ചെറുപാട് തീർന്ന വണ്ടി ഓടിക്കാനൊക്കെ പോകും. ഇനി എനിക്ക് ഒരു ആദ്യമൊക്കെ തോന്നി ഈ സ്റ്റെൻ്റൊക്കെ ഇട്ടപ്പോൾ ഇനി ശബ്ദമൊക്കെ പുറത്ത് വരുമോ. ഈ ഹാർട്ട് അറ്റാക്ക് വന്നവരൊക്കെ വിളിച്ചപ്പോൾ അവർക്കറിയാൻ സ്റ്റെൻ്റ് ഇടുമോ.
ഇതിന് ശേഷം എന്ത് വേദന വന്നാലും നമുക്ക് പരവേശമാണ്. അതിനു മുമ്പ് എന്തെല്ലാം വേദന വന്നാലും ഒരു കുഴപ്പമില്ല. ഒരു ചെറിയ അറ്റാക്ക് വരുവാണോ, എന്തോ ഒരു ചങ്കിന് വേദന എന്നറിയാം. ഈ കുഴി കഴിക്കുന്ന ഗുളിയെല്ലാം കൂടെ ഗ്യാസായി മാറും. അത് പുറത്തുകൂടെ ഓർത്തോണം കേട്ടോ. എന്തോന്നും അടുത്ത വേദന, അടുത്ത കോള. നീ ഇങ്ങനെ നിൽക്കുമോ ഇത്ര ശബ്ദം ഉയർത്തുമോ? 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയ മൈക്ക് കയ്യിലെടുത്തു. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതം ഉണ്ടെങ്കിൽ പ്രസംഗമാണ്. എൻ്റെ സഭയിലെ ആളുകളെല്ലാം ഞെട്ടാൻ തുടങ്ങി. എൻ്റെ പിള്ളേരെല്ലാം പറഞ്ഞു, പപ്പ ശബ്ദം ഉയർത്തും, മൈക്ക് എടുത്താൽ പണിയാ. ആദ്യമേ 10 മിനിറ്റ്, പിന്നെ 20 മിനിറ്റ്. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഐ ആം പെർഫെക്റ്റ്, ഓക്കെ. അന്നേരം ആരാണ്ട് പറഞ്ഞൊരു വൈറലാണ് ആ വാക്ക്. പാസ്റ്റേ, അത് വൈറല്ല, ഇവിടെ കിട്ടി, പെർഫെക്റ്റ്, ഓക്കെ. 3 മാസം കഴിഞ്ഞ് ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ ഒന്ന് ഓടിച്ചു നോക്കട്ടെ വണ്ടി. അതിനുശേഷം ശബ്ദം അങ്ങ് വലുതാക്കി. അതിനു മുമ്പ് എത്ര രാജ്യങ്ങളിൽ പോയ അന്നൊക്കെ പണ്ടൊക്കെ ഇവിടെ നിന്ന് 3 മാസം കഴിഞ്ഞവനാണ് ഞാൻ. ഇപ്പം ഒരാഴ്ചയും കൂടെ നിൽക്കില്ലെന്നും. അതുപോലെ തിരക്കാക്കി. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ കാർഡിയാക് അറസ്റ്റിനെ കൊണ്ടുപോകാൻ കഴിയില്ല. മേൽക്കുമേൽ പാസ്റ്ററിനോട് പറഞ്ഞു, ഇവിടെ ഞാൻ ഗോയിൽ ചെന്നപ്പോൾ ഈ പുള്ളി അറ്റാക്ക് വന്നോടി പുള്ളിയൊക്കെ മാറിയല്ലോ. നമ്മുടെ എൻ്റെ സ്നേഹിതനാണ് ബാബുച്ചെറിയാൻ. എൻ്റെ ഭാര്യ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഭാര്യ ഓടിച്ചുകൊണ്ട് പോയ കാർ ഇടിച്ച് കയറി. ഇതെൻ്റെ ഒരു കണ്ണ് പോയി. നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കണ്ണ് വേറെയാണ്. ആ കണ്ണ് കാഴ്ച ഒന്നുമില്ല, ആട്ടിൻ കണ്ണ കണ്ടു വെച്ചേക്കാം. പക്ഷെ അദ്ദേഹത്തോണ്ട് ശുശ്രൂഷയോട് മാറി. എന്നെ തകർക്കാനല്ലേ വരുന്ന, എന്നെ മുടിക്കാനല്ല. ഞാനും ദൈവത്തോട് ചോദിച്ചു, എന്തിനാ കർത്താവ് ഇങ്ങനെ ഓടി നടന്നിരിക്കും? ഇന്നും ഞാൻ ദൈവത്തെ ഓർത്തപ്പോൾ എന്നെ കൊണ്ടുപോകും, ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. എന്തിനാണ് എന്നെ തകർക്കാനുള്ള ശോധന? ജീവിതത്തിൽ ഇതുവരെ നിന്നത് വേദനകളിലൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം തൊടുന്നത്. തകർക്കാനല്ല വേദന, കൂടുതൽ കൃപ പ്രാപിക്കാനാ. ഒരു കരുത് കേട്ടോ, കൂടുതൽ കൃപ വരും ചെയ്യും. കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞാൽ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അടുത്തത് എന്താ നിൽക്കുന്ന? ദേശത്തിൻ്റെ ഈ ദൈവം സ്നേഹിച്ച ഭവനത്തിലെ പ്രശ്നത്തിന് ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു, ദേശത്തിന് നന്മ വരുത്താനായിരുന്നു. അതിന് സമയം പോയി. അതുകൊണ്ട് എങ്ങനെയാണ് ദൈവം നമ്മുടെ കഷ്ടതകളെ ദേശത്തിന് നന്മയാക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം, എന്നിട്ട് നമ്മൾ നിർത്തും. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡൽഹിയിൽ ജോഷി കല്ലിമേൽ എന്ന് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. നമ്മുടെ PG വർഗീസ് സാറിൻ്റെ സഹോദരനാണ് ജോഷി കല്ലിമേൽ. അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ ഒരു യൂത്ത് ക്യാമ്പിൽ 3 ദിവസം ഞാൻ പ്രസംഗിക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. 10, 600, 700 പിള്ളേരുടെ ഒത്തിരി കുഞ്ഞുങ്ങൾ സമർപ്പിച്ച യങ്സ്റ്റേഴ്സ് സമർപ്പിച്ചൊരു മീറ്റിംഗാണ്. ആ മീറ്റിംഗ് അവസാനിച്ചു ശനിയാഴ്ച രാത്രി 12 മണിയായപ്പോൾ യോഗ സംഘാടകനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ നാളെ രാവിലെ ഒരു സ്നാനം നടത്താവോ? ഗേറ്റി തോമാച്ചായൻ്റെ സ്നാനത്തൊട്ടി. ഞാൻ ചോദിച്ചു, ഈ 12 മണിക്ക് ആരാ സ്നാനപ്പെടാൻ തീരുമാനിച്ചത്? അവിടെ പറയാം, വേറെ ആരുമല്ല, പാസ്റ്റർക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത ആളാ. നിങ്ങൾ ചിരിച്ചതുപോലെ ഞാൻ ചോദിച്ചു, അപ്പം ഗുണപ്പെടാത്തവനെയാണോ ട്രാൻസ്ലേഷൻ? അതൊക്കെ നിങ്ങൾ ചോദിച്ച പോലെ എനിക്കും തോന്നി. പാസ്റ്റർ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. പാസ്റ്റർ സ്നാനപ്പെടുത്തണം നാളെ. എന്താ സംഭവം എന്നറിയാമോ? ലസൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എനിക്ക് ട്രാൻസ്ലേഷൻ വന്നു. അവൻ രാവിലെ നിന്ന് കയറിയതാ. അവൻ്റെ ട്രാൻസ്ലേഷൻ നല്ലതായതുകൊണ്ട് ഞാൻ പറഞ്ഞു രാത്രിയിൽ ഓർമ്മിക്കണം. പക്ഷെ ഞാൻ ദൈവം പ്രസംഗിച്ചപ്പോൾ ഒരിക്കൽ എവിടെയോ ചെറുപ്പക്കാരോട് പറഞ്ഞപ്പോൾ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. 17 വയസ്സിന് താഴെ ഞങ്ങൾ 7 മക്കൾ. അപ്പം നിത്യതയിൽ പോകുമ്പോൾ എങ്ങും ഞാൻ പറയാറില്ല, അവിടെ പറയേണ്ടി വന്നു. കരഞ്ഞു എന്നൊക്കെ ഞാൻ കണ്ടു. ലസൻ്റെ ചരിത്രം അവരെന്നോട് പറഞ്ഞു. എൻ്റെ അപ്പനും അമ്മയും വർഷങ്ങൾക്ക് മുമ്പ് ഒറീസയിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യാൻ പോയതാണ്. ഇന്നത്തെ പോലെ ആരും സപ്പോർട്ടോടില്ലാത്ത കാലത്ത് ഒത്തിരി കഷ്ടപ്പെട്ട് കർത്താവിൻ്റെ വേല ചെയ്തു. 3 മക്കളാണ്, 2 പെൺകുട്ടികൾ, ബ്ലസ്സൻ മോൻ. അപ്പനും അമ്മയും ഒത്തിരി പാടുപെട്ട് കുഞ്ഞുങ്ങളെ വളർത്തി. നല്ല കുഞ്ഞുങ്ങൾ, അവർ പാട്ട് പാടും പെൺപിള്ളേർ. രാവിലെ മുതൽ വീട്ടുതോറും കയറി ഇറങ്ങി. അവിടുത്തെ വടക്കേ ഇന്ത്യൻ വീടുകളിൽ കയറി പൈപ്പിൽ നിന്ന് പച്ചവെള്ളവും കുടിച്ച് പട്ടിണി കിടന്ന് സുവിശേഷ വേല ചെയ്തു. സപ്പോർട്ടേഴ്സൊന്നും ഇല്ലാത്ത കാലം. ഒരു ദിവസം ഈ ബ്ലസ്സൻ്റെ അപ്പനും അമ്മയും രാവിലെ വീട് വിസിറ്റിന് ഇറങ്ങി. വൈകിട്ട് വന്ന് സോഫയിൽ നിന്നിട്ട് ഈ ദൈവദാസൻ
എൻ്റെ ഭാര്യയോട് ഗ്ലാസ് വെള്ളം തരെ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നത് കുടിക്കും മുമ്പ് അദ്ദേഹം മറിഞ്ഞു വീണ് ഭിത്തിയിലേക്ക് പോയി. ബസ്സൻ ദൈവത്തോട് ചോദിച്ചു, എൻ്റെ അപ്പൻ നിന്റെ വേല ഞാൻ വന്നിട്ട് എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്ത്? റിബല്യസായി മാറി, ഈ യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ അവൻ്റെ അമ്മയും പെൺകുഞ്ഞുങ്ങളും യേശുവിന് വേണ്ടി നിന്നു. അമ്മയൊരു ജോലിയൊക്കെ ചെയ്ത് പിള്ളേരെ വളർത്തി. നല്ല കുഞ്ഞുങ്ങളാണ്. ഒരു സ്കൂട്ടറിൽ 2 പെങ്ങന്മാരെ ഇരുത്തി അവൻ എല്ലാ യോഗത്തും കൊണ്ടുവിടും. അവൻ പുറയിരിക്കും, കയറത്തില്ല. അന്ന് അവൻ വന്നപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്ററുടെ രാവിലത്തെ സെഷൻ ബ്ലസ്സനാണ്, അനുഭവം പറഞ്ഞോണ്ട് നീ ഒന്ന് നിൽക്കടാ എന്ന് പറഞ്ഞു. അവൻ അന്ന് കയറി നിന്നു. ദൈവം അവനെ കൊണ്ട് നിർത്തി. തഴഞ്ഞു കളയരുത് കേട്ടോ മക്കളെ, ആരെയും തഴഞ്ഞു കളയരുത്. അവനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനെ നോട്ടമിട്ടിരുന്നു. എൻ്റെ അനുഭവം അവനെ ഉടക്കി, അവൻ്റെ ഹൃദയത്തെ തൊട്ടു. 3 പേരെ ഇട്ടിട്ട് അപ്പം പോയപ്പം അവനെതിരായി. 7 മക്കളെ ഇട്ടിട്ട് അപ്പം നിത്യതയെ പോയിട്ട് ഞങ്ങൾക്ക് വരാനില്ലെന്നേ. കാരണം ദോഷമായി ദൈവമൊന്നും ചെയ്യില്ല. അത് രാവിലെ എൻ്റെ 300-400 ഇതെല്ലാം പോഷക്കല്ല, ചെറുപ്പക്കാർ, യങ്സ്റ്റേഴ്സ്, നേഴ്സുമാർ, അതുപോലെ ടെക്നീഷ്യൻസ്. ഡൽഹിയിൽ കെട്ടിത്തോമാച്ചായൻ്റെ സ്നാനത്തൊട്ടിൽ ഞാൻ ഇറങ്ങി നിന്നവനെ സ്നാനപ്പെടുത്താൻ, അവൻ്റെ അമ്മയും പെങ്ങന്മാരും. കരയിൽ നിൽക്കുന്നു. സൗദി അറേബ്യ ഉൾപ്പെടെ ഈ രാജ്യത്തുൾപ്പെടെ ഒത്തിരി സ്നാനം ഞാൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ സ്നാനം വ്യത്യസ്തമായിരുന്നു. ചെറുപ്പക്കാരെല്ലാം കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇവൻ്റെ അമ്മയും പെങ്ങന്മാരും കരയുന്നു. ഇവൻ ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവിൽ ആ വെള്ളത്തിൽ വെച്ച് ഞാൻ കൈനൂട്ടി പറഞ്ഞു, മകനെ ബ്ലസ്സൻ, നിന്റെ അപ്പൻ പൂർത്തീകരിക്കാതെ പോയ ദൈവവേലയുടെ പൂർത്തീകരണത്തിലാണ് ദൈവം നിന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്തു. ചുമ്മാതല്ല നീ കരയുന്നേ. അന്ന് എനിക്ക് മനസ്സിലായി, ദേശത്തിന്റെ നന്മയ്ക്കായിട്ടാണ് കഷ്ടത. നിന്റെ ജീവിതത്തിലെ കഷ്ടത ദൈവം ദേശത്തിന്റെ നന്മയാക്കി മാറ്റും. യേശു സ്നേഹിച്ച വീട്ടിൽ കഷ്ടത, രോഗം, മരണം. ലാസർ രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ യേശു എന്നില്ല. മരിച്ചപ്പോൾ കർത്താവ് ചെന്നില്ല. കർത്താവ് ചെന്ന എത്രാം ദിവസമാണ്? 4-ാം ദിവസം. നാറ്റം വെച്ചു. എന്താണ് 4 ദിവസം കഴിഞ്ഞത്? യഹൂദന്മാരുടെ വിശ്വാസമുണ്ട്, മരിച്ച ഒരാളുടെ ആത്മാവ് 3 ദിവസം കറങ്ങുമെന്ന്. 3 ദിവസത്തിൽ ചെന്നെങ്കിൽ പറയാം, അതിശയമില്ല, ആത്മാവ് കറങ്ങി വന്നു കയറി. സാധ്യതകളുടെ 3 ദിവസം പിന്തള്ളി. ആ സാധ്യതയുടെ 4-ാം ദിവസം കർത്താവ് ചെന്നു. ലോകം മുഴുവൻ സാധ്യതയുടെ പുറകാലെയാ. എന്നാൽ കർത്താവ് പറഞ്ഞ ഒരു സാധ്യതയില്ല, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാം. രോഗം മാറാൻ സാധ്യത ഉണ്ടെന്ന് നോക്കാം, ജോലി കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് നോക്കാം, തലമുറ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായെന്ന് നോക്കാം. പക്ഷേ യേശു കർത്താവ് പറയുന്ന ഒരു സാധ്യതയില്ലെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ശക്തിയോട് സ്തോത്രം പറഞ്ഞു. ഒരു സാധ്യതയില്ലെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഒരു സാധ്യതയില്ലെങ്കിലും ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. സഭൂയ
കർത്താവ് 3 ദിവസത്തിനുള്ളിൽ ചെന്ന അത്ഭുതം അവിടെ ചെയ്തിരുന്നെങ്കിൽ ആ വിടുതൽ ആ വീട്ടുമാർ മാത്രമേ അറിയത്തുള്ളായിരുന്നു. മരിച്ചു 4 ദിവസമായി നാറ്റം വെച്ചവനെ യേശു കർത്താവ് ഉയർപ്പിച്ചപ്പോൾ ആ വിടുതൽ ആ ദേശം അറിഞ്ഞു. നാളുകളായി നീ കരയുന്നു, നിന്റെ പ്രാർത്ഥനയോട് മറുപടി താമസിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലെന്നല്ല. നിന്റെ കുടുംബക്കാർ മാത്രമല്ല, നിന്റെ കൂട്ടായ്മക്കാർ മാത്രമല്ല, നിന്റെ ദേശം അറിയുന്ന ഒരു വിടുതൽ ദൈവം നിനക്ക് വേണ്ടി അയക്കും. ഓ നിന്റെ കണ്ണിന്റെ മറുപടി താമസിക്കുന്നെങ്കിൽ മറുപടി താമസിക്കുന്നെങ്കിൽ മറുപടി ഇല്ലെന്നല്ല. കുടുംബക്കാർ മുഴുവൻ അറിയുന്നു, ദേശക്കാർ മുഴുവൻ അറിയുന്ന എല്ലാവർക്കും ദൈവത്തിനായിട്ട് നിൽക്കാം. ടൈം കറക്റ്റാണ്, എഴുന്നേക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ശോധന എന്നെ ക്രമപ്പെടുത്താൻ കൂടുതൽ കൃപ തരാനാണോ, എന്നെ ദേശത്തെ അത്ഭുതമാക്കാനാണ്? എന്തായാലും അവിടുത്തെ ഹിതം നിവർത്തിക്കണം, അവിടുത്തെ ഹിതം നിവർത്തിക്കണം, അവിടുത്തെ ഹിതം നിവർത്തിക്കണം. എന്നിൽ നിറവേണ്ടത് അവിടുത്തെ ഹിതമാണ്. ഞാൻ കളിമണ്ണാണ്, കുശവനാണ്. എന്നെ സമർപ്പിക്കുന്നു, കൈ ഉയർത്തി പിടിച്ചാണ് സമർപ്പിക്കുന്നത്. അങ്ങയുടെ ഹിതം അവിടുത്തെ ഇത് മാത്രം അവയെ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് മേലുള്ള ശക്തി പകർന്നതിനായി സ്തോത്രം. ഞങ്ങളോടൊക്കെ സംസാരിച്ചതിനായി സ്തോത്രം. ഈ പകൽ ചില വിടുതലുകൾ നീ അയച്ചതിനായി സ്തോത്രം. ഞങ്ങളെ ഉറപ്പിച്ചതിനായി സ്തോത്രം. മോശമായി നീ ഒന്നും ചെയ്യില്ല, മോശമായി ഒന്നും ചെയ്യില്ല, നന്മയല്ലാതെ ഒന്നും അങ്ങ് ചെയ്യില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നന്മയെ ചെയ്യുക. അല്പകാല വേദനകൾക്ക് ദീർഘകാല വിടുതലുകളും സന്തോഷമുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ വന്ന ജനത്തിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെല്ലാം അറിയുന്നു. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം നീ ചെയ്യണമേ. മിണ്ടാതിരുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്റെ കൈ തൊടുന്നോർത്ത സ്തോത്രം. യേശു നിന്നെ തകർക്കുവാനോ എന്നെ മുടിക്കുവാനോ ചേർന്ന് വഴി ആരാധിക്കാം. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. കൈകളടിച്ച് മക്കളെല്ലാം ദൈവത്തെ ആരാധിച്ചോട്ടെ. ശക്തിയോടെ